എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1586 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗനപ്രാർത്ഥന. നന്ദി. IFPHന്റെ മലയാള സെഷനുകൾ വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. നമ്മൾ പലതരം വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. ലോക ധ്യാന ദിനം ആഘോഷിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എഴുത്തച്ഛൻ ദിനം, അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ദിനമാണ്. നമ്മളവിടെ വളരെ ഭംഗിയായിട്ട് നടത്തി. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിലെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പൊ അതിലേക്കായി ഒരു സുവർണ അവസരം നമുക്ക് കൈവന്നു. നമ്മുടെ പ്രിയങ്കരിയായ കവയത്രിയും നല്ല വിദഗ്ധയായ ഡോക്ടറും എല്ലാം കൂടിയായ ഡോക്ടർ ഷീബ രജികുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഷീബ അടുത്ത കാലത്തൊരു വലിയൊരു കാര്യം ചെയ്യുകയുണ്ടായി. ഒരു വിവർത്തനം, അതായത് 100 ലോക കവിതകൾ വിവർത്തനം, ഒന്നും രണ്ടും അല്ല, അതിന് 1000-10,000 ഒക്കെ ആകട്ടെ. അപ്പൊ അതിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ വളരെ ശ്രദ്ധേയമാണ്, എങ്കിലും എൻ്റെ നീളവിടെ. ശരിക്കും കവികളെല്ലാം അന്വേഷിക്കുകയാണ് ഇങ്ങനെ. നമ്മൾ സാധാരണ ഒരാൾ കാണാത്ത കാര്യം കവികൾ കണ്ടെത്തും. അതാണ് പ്രത്യേകത. ഹോമിയോപ്പതി ഒരു കവിത തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ കുമാരനാശൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു വാസവ കരുണയിലാണെന്ന് തോന്നുന്നു, അതായത് തടിയൻ അരയാലതു തലയിൽ തീ കാളുന്നിടും ചുടലഭൂതം കണക്കെ ചലിച്ചു നിൽപ്പൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ പ്രീ ഡിഗ്രി പഠിച്ചതാണ്. ഒരു ഇത്രയോ കാലം എനിക്ക് പിടികിട്ടില്ല. ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാർ ഇങ്ങനെ ഓടിച്ചു പോയപ്പോ ഒരു പാലത്തിന്റെ അവിടെ ഹൈറ്റ് ഉണ്ട്. നോക്കി ഒരു ആലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ആലിന്റെ തളിരെല്ലാം ഇങ്ങനെ വന്നിട്ട് കാറ്റത്ത് ഇങ്ങനെ ആടുകയാണ്. ഇപ്പൊ ശരിക്കും കുമാരനാശാൻ അന്ന് പറഞ്ഞ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി, 30 വർഷത്തിന് ശേഷം. ഇപ്പൊ ഇവരുടെയൊക്കെ തലയിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ നമുക്ക് എത്തില്ല. എന്തായാലും നമുക്ക് ഡോക്ടർ ഷീബ രജികുമാറിനെ എല്ലാ ആദരവോടും കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ചും അതിന്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. ഡോക്ടർ ഷീബ. എല്ലാവർക്കും നമസ്കാരം. മനോജ് സാർ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യകാലങ്ങളിൽ ഇവിടെ സയന്റിഫിക് സെഷനിലാണ് പങ്കെടുത്തിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സെഷൻ മനോജ് സാർ മുമ്പോട്ട് വെക്കുമ്പോൾ എനിക്ക് തന്നെ ഇതിനൊരു അവസരം കിട്ടുന്ന സത്യത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും ബാക്കിയുള്ള ഹോമിയോപ്പതി സമൂഹവും ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ നമ്മുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഹോമിയോ ഡോക്ടർമാർക്ക് കിട്ടുന്ന ഉജ്ജ്വലമായ ഒരു അവസരമാണ്. അതിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കുന്നു. പിന്നെ കവിതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഒരു കവി മാത്രമായിരുന്നു. വിവർത്തക എന്ന് പറയുന്ന ഒരു റോൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ആൽബിനോകളുടെ സൂര്യൻ എന്ന് പറഞ്ഞ ഒരു കവിതാ സമാഹാരം ഞാൻ ഇറക്കിയിരുന്നു. അപ്പൊ അതിന് എനിക്ക് കുറച്ച് പുരസ്കാരങ്ങളൊക്കെ കിട്ടുകയും കുറച്ച് നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ സന്തോഷമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ വിവർത്തനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വായനയിൽ നിന്ന് വായനയെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒന്നാണ്. അപ്പം ഞങ്ങൾ കുറച്ച് കവികൾ എല്ലാവരും ഉൾപ്പെട്ടൊരു ഗ്രൂപ്പുണ്ട്, കാവ്യകേളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഒരു പരിഭാഷ ഇടുകയും നമ്മളെല്ലാവരും പരിഭാഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു യജ്ഞം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അന്നേരമാണ് ചില പരിഭാഷകളൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആക്ച്വലി വന്നത്. അപ്പൊ ഞാൻ കൂടുതൽ കൂടുതൽ വായിക്കാൻ തുടങ്ങി. അപ്പൊ പക്ഷെ പരിഭാഷ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് കടന്നപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും പറഞ്ഞാല് ഒരു കവിത എഴുതണമെങ്കിൽ നമ്മളുടെ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി. പക്ഷേ പരിഭാഷ എന്ന് പറയുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജോലിയാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ കവികളുടെ കവിതകളെ കൈവെക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു മിസ്റ്റേക്ക് ഒരിക്കലും വരുത്താൻ പാടില്ല. പിന്നെ ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ഹൗ യു ഹാൻഡിൽ ദ ടോപ്പിക്. അപ്പൊ അവിടെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കവി പറഞ്ഞ ആശയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കവിതയിൽ എത്തിച്ചേ പറ്റൂ. അതിനകത്തൊരു മിസ്റ്റേക്ക് വന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും അത് കണ്ടെത്തും, പ്രശ്നങ്ങളുണ്ടോ. അങ്ങനെ ഇത് വായിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടും. അപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ചെയ്യപ്പെടേണ്ടത്. അപ്പം ആൾക്കാർ പറയും പലപ്പോഴും പദാനുപദ വിവർത്തനം. നമ്മളൊരു കവിത വായിക്കുന്നു, ആ കവിതയെ പദാനുപദമായിട്ട് വിവർത്തനം ചെയ്ത് വെക്കുന്നു. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്യും, നമ്മുടെ ആവശ്യമില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓൾറെഡി ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പം ഒക്ടേവിയോ പാസിന്റെ ഒരു കവിത കൊടുത്താൽ അതിൻ്റെതായ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് തരും. അത് വായിക്കാനായിട്ടോ അത് എഴുതാനായിട്ടോ ഒരു കവിയുടെയോ ഒരു വിവർത്തകയുടെയോ ആവശ്യം വരുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ വിവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാമ്യ ഭാഷയുടെ മനോഹാരിതയിലേക്ക് ഒരു ലോക കവിതയുടെ ആശയത്തെ ഒട്ടും തന്നെ ചോർന്നു പോകാതെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഗുരുതരമായ ഒരു പ്രക്രിയയാണ്. അത് സത്യം പറഞ്ഞ ഒരു സാഹസികതയാണ്. അപ്പൊ അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് 100 കവിതകൾ എന്ന് പറയുന്നതിലേക്ക് എത്തിയത് തന്നെ ശരിക്കും 100 കവിത എന്ന് വെച്ചൊരു പുസ്തകം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നേ ഇല്ല. അത് നടക്കുമെന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ അത് ആഡപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു പാഷൻ ഉണ്ടായി കഴിഞ്ഞാൽ
ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതൊരു ഫയർ പോലെ കത്തും. അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം ട്രാൻസ്ലേഷനിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കവിതകൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അധികം ബോറടിപ്പിക്കുക. സാർ എൻ്റെ എക്സാക്ട് ടൈം എത്രയാണ്, എത്ര സമയമാണ് എനിക്ക് എടുക്കാവുന്നത്? ഒരു 35 to 40 മിനിറ്റ്സ്. ഇറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. അപ്പോ പരിഭാഷയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കവിതയാണ് പരിഭാഷ ചെയ്യുക ഒരു കവിയുടെ. ഇപ്പൊ ഞാൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ കവിയെ എടുത്തു. അദ്ദേഹത്തിന്റെ ഏത് കവിത ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം നൂറുകണക്കിന് കവിതകൾ എഴുതിയിട്ടുണ്ട്. എല്ലാ കവിതകളും ഒരിക്കലും ട്രാൻസ്ലേറ്റബിൾ അല്ല. ചില കവിതകൾ എന്ന് പറഞ്ഞാൽ ദുർഗ്രഹമാണ്. കവിക്ക് പോലും രണ്ടാമതൊരിക്കൽ കൂടി ഒരേ അർത്ഥം കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ വളരെ ഗൂഢമായ ആശയങ്ങളുള്ള കവിതകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അർത്ഥം ചോർന്നു പോകാതെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കവിതയെ കണ്ടെത്തണം. അപ്പൊ ആ കണ്ടെത്തലിന് പലപ്പോഴും ആ കവിയുടെ മൊത്തം കവിതകൾ തന്നെ വായിക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഒരു കവിയുടെ ഒരു കവിത കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പല കവിതകൾ വായിച്ച് ഒരുപക്ഷെ അത് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. അപ്പോൾ പലപ്പോഴും പല കവിതകളും പകുതിയാക്കി, പല കവിതകളും മുക്കാൽ ഭാഗമാക്കി, പലതും മുഴുവനാക്കിയിട്ട് തന്നെ ഒരിക്കലും ഈ കവിയുടെ കവിതയോട് സത്യസന്ധത പുലർത്തുന്നില്ല എന്ന് കണ്ടിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് അരിക്കൽ പ്രക്രിയകൾ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് തമ്മിൽ ഭേദം, നമ്മൾ ചെയ്തത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കവിതകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇത് പ്രൊമോട്ട് ചെയ്ത ഒരുപാട് വലിയ കവികൾ തന്നെ ഉണ്ട്. ഇപ്പം എനിക്കിതിന്റെ ബ്ലർബ് എഴുതി തന്നത് സച്ചിദാനന്ദൻ മാഷാണ്. അപ്പം എൻ്റെ എല്ലാ പരിഭാഷകളും ഏറ്റവും സിൻസിയർ ആയിട്ട് വായിക്കുകയും അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് കെ സച്ചിദാനന്ദൻ. അപ്പൊ അദ്ദേഹത്തോടുള്ള നന്ദിയുണ്ട്. അതുപോലെ തന്നെ കാവ്യകേളിയിലെ വിനോദൻ ചേട്ടൻ തിരുനെല്ലൂർ കണ്ണാകന്റെ മകനാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടെത്തിച്ചതും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിറ്റ് തന്നതും. അപ്പൊ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പായൽ ബുക്സ് ആണ്. ഇതിന്റെ പേര് എങ്കിലും എന്റെ നിഴൽ എവിടെ. അപ്പൊ എല്ലാരും ചോദിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. 100 കവിതകളുടെ പരിഭാഷാ പുസ്തകത്തിന് എന്താണ് എങ്കിലും എന്റെ നിഴൽ എവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം 2 മാസത്തോളം ഇതിന്റെ പേര് കണ്ടെത്താനായിട്ട് കാത്തിരുന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് എങ്ങനെയും നമുക്കൊരു പേര് ഇടാം, എങ്ങനെയും ഇടാം. പക്ഷെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒന്ന്. ശരിക്കും എങ്കിലും എന്റെ നിഴൽ എവിടെ എന്ന് പറയുന്നത് എന്റെ തന്നെ ഒരു കവിതയിലെ ഒരു വരിയാണ്. പക്ഷെ അത് ഞാൻ ഇതിന്റെ പേരാക്കിയത് കവിത നിലനിൽക്കുന്ന കാലത്തോളം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എങ്കിലും എന്റെ നിഴൽ എവിടെ. കവിത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കവിയുടേത് മാത്രമല്ല അനുവാചകന്റേത് കൂടെയാണ്. അപ്പൊ അത് ഓരോരുത്തരുടെയും ഹൃദയരക്തത്തിൽ പല രീതിയിൽ കലർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കലർന്നിട്ടുള്ള ഓരോ മനുഷ്യനും കവിയെന്നും അനുവാചകനെന്നും സ്വയം അടയാളപ്പെടുത്തുന്നു. അവർ പരസ്പരം തിരിച്ചറിയുന്നു. അതൊരു പരമ്പരയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു പരമ്പരയുടെ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതില് ഉൾപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കവിത വായിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇന്നത്തെ ഈ കവിതാ പരിചയം എന്ന് പറയുന്നത് താല്പര്യമുള്ള, അതായത് വിവർത്തനം വായിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പുസ്തകം വായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ ട്രാൻസ്ലേഷന്റെ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കവിതകളുടെ ഇംഗ്ലീഷും മലയാളവും വെച്ച് കമ്പയർ ചെയ്യാം. അപ്പൊ എനിക്ക് അതിന്റെ അർത്ഥം പറയാൻ പറ്റും. പെർഹാപ്സ് നിങ്ങൾക്ക് അതിനെ കോറിലേറ്റ് ചെയ്യാൻ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ പറയാനും ഒക്കെ പറ്റിയേക്കും. അല്ലെങ്കിൽ ഇതൊരു ബോറടി സെഷൻ ആയിപ്പോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കൽ മാത്രമായിരിക്കും, നമ്മൾ കവിത വായിക്കില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് നിൽക്കില്ല. ബട്ട് ഇഫ് യു റീഡ് ഇറ്റ് വിൽ ഓൾവേസ് റിമെയിൻ ഇൻ യുവർ ഹാർട്ട്. ഓക്കെ, സോ ജസ്റ്റ് വെയിറ്റ് ഫോർ എ വൈൽ സ്റ്റിൽ ഐ ഷെയർ ദി സ്ക്രീൻ. കാണാമോ സ്ക്രീന്? കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ പുസ്തകം എങ്കിലും എന്റെ നിഴലെവിടെ 100 ലോക കവിതകളുടെ പരിഭാഷയാണ്. അപ്പൊ ഇതിനകത്ത് 100 ലോക കവികളല്ല, ശരിക്കും പറഞ്ഞാൽ 71 കവികളുടെ 100 കവിതകളാണ്. കാരണം ചില കവികളുടെ കവിതകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ ഇത് 100 പേരുടെ ഒറ്റ കവിത എന്നുള്ള ഒരു വാശി എനിക്ക് ഇല്ലാത്തത് കൊണ്ടുമാണ് അങ്ങനെ ഒരു സജഷനിലോട്ട് പോയത്. അപ്പൊ അതില് ഞാൻ ചില കവിതകൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇട്ടേക്കുന്ന ഇതിന്റെ ഇംഗ്ലീഷ് കവിതയും എന്റെ ട്രാൻസ്ലേഷനാണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഇതാണ് ഈ ബുക്കിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ കൈ കിട്ടുക. ഇപ്പം തോമസ് ഗോസ്ത ട്രാൻസ്ഫോമറിന്റെ ഒരു കവിത എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വരുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ഉണ്ടാവും. അതിന്റെ താഴെ ഒരു QR കോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫോൺ വെച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് കവിത ഇപ്പുറത്ത് വരും, നിങ്ങളുടെ ഫോണിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് വായിക്കാം. അപ്പൊ സാധാരണഗതിയിൽ ഇത് വലിയൊരു സാഹസമാണെന്ന് പറയാം. കാരണം നമ്മൾ അടിക്കാനുള്ള വഴി നമ്മൾ തന്നെ കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കമ്പാരിസൺ ഇല്ലാതെയൊക്കെ പലപ്പോഴും ഇത് കയറിപ്പോകും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പുസ്തകത്തോടൊരു നീതി ഇല്ല എന്ന് തോന്നിയത് കൊണ്ടും ഷീബ രജകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു വിവർത്തക മാത്രമായിരിക്കണം എന്ന് ഈ സെനേറിയയിൽ അങ്ങനെ മാത്രം ആയിരിക്കണം എന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉള്ളത് കൊണ്ടുമാണ്
യഥാർത്ഥ കവിതയെ ഞാൻ കൂടെ കൊടുത്തത്. സോ ദാറ്റ് ഇത് ഇംഗ്ലീഷ് മാത്രം വായിക്കാൻ കഴിയുന്നവർക്ക് ആ കവിയെ അങ്ങനെയും പരിചയപ്പെടാം. മലയാളം വായിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും എൻ്റെ കവിതയും വായിക്കുമല്ലോ. അപ്പൊ ഈ കവിത ഒരിക്കലും ഞാൻ പദാനുപത വിവർത്തനം ചെയ്ത ഒരു കവിത അല്ല. കാരണം അതിനൊരു ഫീൽ ഉണ്ട്. ഈ കവിത എന്ന് പറയുന്നത് ദ ട്രാക്ക്, പാളം. അപ്പൊ ഇതിൽ ട്രാക്സ് എന്നും ചില സ്ഥലങ്ങളിലുണ്ട്. ഞാൻ എടുത്തതിനകത്ത് ദ ട്രാക്ക് ആണ്. അപ്പൊ ഈ പാളം എന്ന് പറയുന്ന കവിത തോമസ് ഗുസ്താവ് ട്രാൻസ്ഫോമറിന്റെ, അദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നർ ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഒരു ട്രെയിൻ അർദ്ധരാത്രി നിലച്ചു പോകുന്നു ഒരു പ്ലെയിനിൽ. ഓക്കെ, അവിടെ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഈ പാളം എന്ന് പറയുന്ന കവിത. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: It's 2 a.m. moonlight. The train has stopped out in the middle of the plain. Far away points of light in a town flickering coldly at the horizon. As when a man has gone into a dream so deep, he will never remember having been there when he comes back to his room. As when someone has gone into an illness so deep, everything his days were becomes a few flickering points, a swam, cold and tiny at the horizon. The train is standing quite still. 2 a.m., bright moonlight, few stars. അപ്പൊ ഇതിനകത്ത് വരാവുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് 2 മണി, പുലർച്ചെ 2 മണി എന്ന് എഴുതുക എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യമാണ് വിവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ശരിക്കും പദാനുപത വിവർത്തനത്തിനപ്പുറം അതിനെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്ന ഒരു കവിതയാക്കി നമ്മൾ അധ്വാനിച്ച് മാത്രമേ അത് പറ്റുള്ളൂ. കാരണം ഇത് വെറുതെ പദാനുപതത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 5 മിനിറ്റ് മതി. പക്ഷെ ഇതിനെ കവിതയാക്കി അതിന്റെ ആ മീറ്ററിൽ കൊണ്ടുവരാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അധ്വാനം വേണ്ടി വന്നത്. അപ്പൊ ആ കവിത ഇങ്ങനെയാണ്. 2 a.m. മൂൺലൈറ്റിനെ ഞാൻ ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്: രാത്രി തൻ അന്ത്യയാമം. രാത്രി തൻ അന്ത്യയാമം, നിലാവിലി സമതലത്തിന്റെ മധ്യേ നിലയ്ക്കുന്നു ചലനമറ്റു തീവണ്ടി. വിദൂരമാം ഒരു നഗരം തെളിക്കുന്ന വെട്ടങ്ങൾ ഇടറി മിന്നുന്നു ചക്രവാളങ്ങളിൽ. ഒരു കിനാവിൻ അഗാധത്തിൽ ആഴ്ന്നുപോയി ഒടുവിൽ തന്നിൽ തിരികെ എത്തിയിടവേ. അതാണ് ആ ലൈൻ. ആസ് വെൻ എ മാൻ ഹാസ് ഗോൺ ഇൻ ടു എ ഡ്രീം സോ ഡീപ് ഹി വിൽ നെവർ റിമെമ്പർ ഹാവിംഗ് ബീൻ ദേർ വെൻ ഹി കംസ് ബാക്ക് ടു ഹിസ് റൂം. ഒരു കിനാവിൻ അഗാധത്തിൽ ആഴ്ന്നുപോയി ഒടുവിൽ തന്നിൽ തിരികെ എത്തിയിടവേ, അവിടെ ഉണ്ടായിരുന്നൊരോർമ്മയും മറവിയിൽ വീണലിഞ്ഞു പോകുന്ന പോൽ. കഠിനദീനത്തിനാഴത്തിൽ വീണൊരാൾ വിറയിടും സൂക്ഷ്മ ബിന്ദുക്കളായി ജീവസകലവും ദൂരെ ആകാശസീമയിൽ അണിനിരക്കുന്നതായി ദർശിച്ചപ്പോൾ ചലനമില്ലാതെ തീവണ്ടി. ദ ട്രെയിൻ ഇസ് സ്റ്റാൻഡിങ് ക്വയറ്റ് സ്റ്റിൽ. ചലനമില്ലാതെ തീവണ്ടി, രാവിതിൻ അന്ത്യയാമം, നിലാവ് താരങ്ങൾ. അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഈ കവിത ശരിക്കും പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് സച്ചിദാനന്ദൻ മാഷ് ഉൾപ്പെടെ ഒരുപാട് പേര് ഈ കവിതയെക്കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നതിന്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ തന്നെ വേറെ 2 കവിതകളും കൂടെ ഈ പുസ്തകത്തിനകത്തുണ്ട്. ദ കപ്പിൾ അല്ലെങ്കിൽ ഇണകൾ എന്ന് പറയുന്ന ഒരു കവിതയും അൽക്കേക്ക് എന്ന് പറയുന്ന ഒരു 3ാമത്തെ കവിതയും ഉണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള പദ്യ കവിതകളുടെ പാറ്റേൺ. അപ്പം ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ വായിക്കാൻ ശ്രമിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അടുത്ത കവിതയിലേക്ക് പോകാം. അതിനു മുമ്പ് ട്രാൻസ്ഫോമറിന്റെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ നിഗൂഢതകളാണ്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ട കവിതയിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്കൊരു സമതലത്തിന്റെ മധ്യേ നിലച്ചുപോയൊരു ട്രെയിനിൽ ഇരിക്കുകയും അത് ചലനമറ്റ് നിൽക്കുകയും നമ്മൾ കാണുന്ന കാഴ്ചയുമാണ്. ഇനി രണ്ടാമത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായിട്ടുള്ള ഫൈസ് അഹമ്മദ് ഫൈസ്. അദ്ദേഹം ഒരു പാകിസ്ഥാനി കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 5 കവിതകളാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ കവിതകളോടുള്ള പാഷൻ കൊണ്ടാണ്. അപ്പൊ അതിലെ ഏറ്റവും ചെറിയ കവിതയാണ് നമ്മളിപ്പോ ഇവിടെ വായിക്കുന്നത്. ലാസ്റ്റ് നൈറ്റ്, ഇന്നലത്തെ രാത്രി എന്നാണ് ആ കവിതയുടെ പേര്. ലാസ്റ്റ് നൈറ്റ് യുവർ ലോസ്റ്റ് മെമ്മറി വിസിറ്റഡ് മൈ ഹാർട്ട് ആസ് സ്പ്രിംഗ് വിസിറ്റ്സ് ദ വൈൽഡർനെസ് ക്വയറ്റ്ലി, ആസ് ദ ബ്രീസ് എക്കോസ് ദ സൈലൻസ് ഓഫ് ഹർ ഫുട്ഫോൾസ് ഇൻ ദ ഡെസേർട്ട്, ആസ് പീസ് സ്ലോലി സോഫ്റ്റ്ലി ഡിസെൻഡ്സ് ഓൺ വൺ സിക്നസ്. കഴിഞ്ഞ രാത്രിയിൽ നിന്റെ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തി. ഒരു വനപ്രദേശത്തിലേക്ക് വസന്തം വിരുന്നു വരുന്നത് പോലെ, ഒരു മരുഭൂമിയിൽ കാറ്റ് അതിന്റെ പാദത്തെ പ്രതിധ്വനിപ്പിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു അസുഖം ബാധിതനായ ഒരാൾ അതിൽ നിന്ന് വിടുതൽ നേടുന്നത് പോലെ എന്നാണ് ഈ കവിത. അപ്പൊ അതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇന്നലത്തെ രാത്രി. ഇന്നലെ രാത്രിയിൽ എന്നുള്ളിൽ വീണ്ടും വിരുന്നെത്തി എന്നോ മറഞ്ഞ നിന്നോർമ്മകൾ, തീർത്തും വിജനമാം ഈ വനഭൂമിയിൽ ഗൂഢം വസന്തം ഇതൾവിരിക്കുന്നപ്പോൾ, ഊഷരം ഈ മരുഭൂവിൽ നിശബ്ദമായി കാറ്റതിൻ പാദം പ്രതിധ്വനിപ്പിച്ചപ്പോൾ, കാരണം എന്തെന്നറിയാതെ ലോകാതുരമാം ശരീരം സുഖമറിയുന്നപ്പോൾ. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ ഈ ലോക കവിതകൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ യൂഷ്വലി കാണുന്ന സബ്ജക്റ്റിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇത്തരം കവികളെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം എന്ന് പറയുന്നത് നമുക്കും ഒരുപാട് നമ്മുടെ ചിന്തകളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതാണ്.
ഇനി അടുത്തായിട്ട് ഞാനൊരു ഫീമെയിൽ കവിയുടെ കവിതയാണ് വായിക്കുന്നത്, ഡൊറോത്തി പാർക്കർ. ഈ ഡൊറോത്തി പാർക്കറിന്റെ കവിതകൾക്ക് ഒരു പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ കവിതകൾ വളരെ കടുത്ത നിഗൂഢതകളെ അനാവരണം ചെയ്യുമ്പോൾ ഏറ്റവും കോമഡി ആയിട്ട് കവിതകളെ സീരിയസ് ആയിട്ടും സമീപിച്ചിട്ടുള്ള ഒരാളാണ് ഡൊറോത്തി പാർക്കർ. കാരണം അവരുടെ എല്ലാ കവിതകളും തന്നെ ഫെമിനിസം ബേസ്ഡ് ആണ്. അവർ പ്രേമത്തിൽ, സ്നേഹത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയല്ല. അപ്പൊ അവരുടെ എല്ലാ കവിതകളുടെ അകത്തും ഇതിനെല്ലാം പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു അവസാന വാക്കുണ്ടാവും. അപ്പൊ അവരുടെ 3 കവിതകൾ ആ പുസ്തകത്തിനകത്തുണ്ട്. അതിൽ റിക്വസ്റ്റ് കാറ്റ് എന്ന് പറയുന്ന കവിതയാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. റിക്വസ്റ്റ് കാറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അന്ത്യവിശ്രമ പ്രാർത്ഥന എന്നാണ്. സോ അന്ത്യവിശ്രമ പ്രാർത്ഥന നടത്തുന്ന ഒരു സ്ത്രീയാണ്. അവർ പറയുകയാണ്, ടുനൈറ്റ് മൈ ലവ് ഇസ് സ്ലീപ്പിംഗ് കോൾഡ് വെർ നൺ മേ സീ ആൻഡ് നൺ ഷാൾ പാസ്. ആരും കടന്നു പോവുകയും ആരും കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരിടത്ത് എന്റെ പ്രേമം ഉറങ്ങിക്കിടക്കുകയാണ്. ദ ഡെയ്സീസ് ക്വിക്കൻ ഇൻ ദ മോൾഡ് ആൻഡ് റിച്ചർ ഫെയർസ് ദ മെഡോ ഗ്രാസ്. ചുറ്റും പുല്ല് വളർന്ന് കാട് പിടിക്കുകയാണ്. ജമന്തികൾ, ഡെയ്സി എന്ന് പറയുന്നതിന്റെ എക്സാക്ട് പരിഭാഷ നമുക്ക് ജമന്തിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ജമന്തികൾ ആകട്ടെ അതിന് ചുറ്റും മുളച്ചു പൊന്തുന്നുണ്ട്. ദ വാർഡിംഗ് സൈപ്രസ് പ്ലീറ്റ്സ് സ്കൈസ് എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഈ അന്ത്യവിശ്രമ സ്ഥലങ്ങൾക്ക് ചുറ്റും സൈപ്രസ് മരങ്ങളെ ഗാർഡിയൻസ് ആയിട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് വാർഡിംഗ് സൈപ്രസ് എന്ന് പറഞ്ഞത്. വാർഡിംഗ് സൈപ്രസ് പ്ലീറ്റ്സ് സ്കൈസ് ആൻഡ് ദ മൗണ്ട് ഗോസ് ലെവൽ ഇൻ ദ റെയിൻ. ആ മൺകൂനയാണെങ്കിലോ മഴയിൽ നിരന്നു പോയിരിക്കുന്നു. മൈ ലവ് ഓൾ കോൾഡ് ആൻഡ് സൈലന്റ് ലൈസ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തൊരു സങ്കടമാണ്, എന്റെ പ്രേമം ഇതാ തണുത്തുറഞ്ഞു മരിച്ച് കിടക്കുന്നു, ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. അതിന്റെ ലാസ്റ്റ് ലൈൻ ഇതാണ്, പ്രേ ഗോഡ് ഇറ്റ് വിൽ നോട്ട് റൈസ് അഗൈൻ. എന്റെ പൊന്നു ദൈവമേ ഇത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പോരരുത്. അതാണ് ഡൊറോത്തി പാർക്കറുടെ കവിതകളുടെ പ്രത്യേകത. കാരണം ഒരിക്കലും പുള്ളിക്കാരി അത് സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ല പറയുന്നത്, അതൊരു പരിഹാസമാണ്. അപ്പൊ ഈ കവിത ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. അന്ത്യവിശ്രമ പ്രാർത്ഥന, ഡൊറോത്തി പാർക്കർ. ആരുമേ കാണാത്തിടത്തിൽ ഒരാളും കടന്നു ചെല്ലാത്തോരിടത്തിൽ ഈ രാവിലാകെ തണുത്തു വിറച്ചെന്റെ പ്രേമം ഇതാ ശയിക്കുന്നു. പെട്ടെന്ന് പുത്തൻ ജമന്തികൾ പൂപ്പലിൽ നിന്നും മുളച്ചു പൊന്തുന്നു. പുല്ലിൻ തലപ്പുകൾ ചുറ്റും പൊടുന്നനെ മുറ്റിത്തഴച്ചുയരുന്നു. കാവലായി നിൽക്കുന്ന സൈപ്രസ് മരം ഇതാ വാനത്തിനോട് കേഴുന്നു. കോരിച്ചൊരിയും മഴയിൽ ഈ മൺകൂനയാകെ നിരന്നിരിക്കുന്നു. ആകെ തണുത്തു വിറങ്ങലി ചെൻപ്രേമം ഒറ്റയ്ക്കു നിദ്ര കൊള്ളുന്നു. ദൈവമേ വീണ്ടും ഉയർക്കാതിരിക്കുവാൻ പ്രാർത്ഥന ചൊല്ലിടുന്നു ഞാൻ. അപ്പം ഈ പുസ്തകത്തിലുടനീളം ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യുന്ന കവികളുടെ കവിതകളുണ്ട്. ഞാൻ ഇതിൽ എടുക്കാൻ വിട്ടുപോയതും മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കവിയാണ് മായ ആഞ്ചലോ. നിങ്ങൾക്കറിയാലോ, സമീപ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഫെമിനിസ്റ്റിക് ശബ്ദമുയർത്തിയ മായ ആഞ്ചലോയുടെ 2 കവിതകൾ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷെ അത് ഞാൻ എടുക്കാനുള്ള എളുപ്പത്തിനാണ് അത് എടുത്തിട്ടില്ല. ഇനി ഇന്ത്യൻ കവികളിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇന്ത്യൻ കവികളെ മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് വിക്രം സേത്തിന്റെ കവിതകളുണ്ട്. അതുപോലെ അരുന്ധതി സുബ്രഹ്മണ്യത്തിന്റെ കവിതകളുണ്ട്. മാധവിക്കുട്ടിയുടെ, അതായത് കമല സുരയ്യയുടെ ഒരു കവിതയുണ്ട്. ടാഗോറിന്റെ 3 കവിതകളുണ്ട്. അപ്പൊ അതുപോലെ തീർച്ചയായിട്ടും എ കെ രാമാനുജന്റെ കവിതകളുണ്ട്. അതുപോലെ വിക്രം സേത്തിന്റെ കവിതകൾ, വളരെയധികം വായിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ കവിയാണ് വിക്രം സേത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കൺ എന്ന് പറയുന്ന കവിത, അദ്ദേഹത്തിന്റെ 3 കവിതകൾ ഇതിനകത്തുണ്ട്. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, വ്യാഖ്യാനം. അതുപോലെയുള്ള ഒരെണ്ണമാണ് മിസ്റ്റേക്കൺ ബൈ വിക്രം സേത്ത്. ഐ സ്മൈൽഡ് അറ്റ് യു ബിക്കോസ് ഐ തോട്ട് ദാറ്റ് യു വേർ സംവൺ എൽസ്. നീ വേറെ ആരോ ആണെന്ന് വിചാരിച്ചാണ് ഞാൻ ചിരിച്ചത്. യു സ്മൈൽ ബാക്ക്, നീ തിരിച്ചു ചിരിച്ചു. ആൻഡ് ദെയർ ഗ്രൂ ബിറ്റ്വീൻ 2 സ്ട്രേഞ്ചേഴ്സ് ഇൻ എ ലൈബ്രറി സംതിങ് ദാറ്റ് സീംസ് ലൈക്ക് ലവ്. 2 അപരിചിതരായ വ്യക്തികൾക്കിടയിൽ ആ വായനശാലയിൽ വെച്ച് പ്രേമം പോലെ എന്തോ ഒന്നുണ്ടായി. ബട്ട് യു ലവ് മീ, ദാറ്റ്സ് എ വേർഡ്, ബിക്കോസ് യു തോട്ട് ദാറ്റ് ഐ വാസ് അതർ ദാൻ ഐ വാസ്. ഞാൻ അല്ലാത്ത ഒരാളാണെന്ന് കരുതിയാണ് നീ എന്നെ സ്നേഹിച്ചത്. ആൻഡ് ബൈ വി ഫൗണ്ട് വി ഹാഡ് ബീൻ മിസ്റ്റേക്കൺ ഓൾ ദ വൈൽ. പതുക്കെ പതുക്കെ നമ്മൾ തിരിച്ചറിയുകയാണ് നമുക്ക് രണ്ടുപേർക്കും ആദ്യം തൊട്ടേ തെറ്റുപറ്റി, ആ ചിരി തൊട്ട്. ഫ്രം ദാറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്, ദാറ്റ് ഫസ്റ്റ് മിസ്റ്റേക്കൺ സ്മൈൽ. ആദ്യത്തെ ആ കാഴ്ച തൊട്ട് ആദ്യത്തെ ആ പുഞ്ചിരി വരെ നമുക്ക് തെറ്റുപറ്റിപ്പോയി. എന്ന് വെച്ചാല് ഒരു പ്രേമം ഉണ്ടായിട്ട് അവരതിന്റെ പിറകോട്ടുള്ള കാലത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ തെറ്റുപറ്റി എന്ന് പറയുന്നതാണ് ഈ കവിത. അപ്പം വിക്രം സേത്തിന്റെ മിസ്റ്റേക്കൺ അഥവാ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന കവിത. പുസ്തകശാലയിൽ കണ്ട നാൾ മറ്റൊരാൾ എന്നു നനച്ചു ഞാൻ പുഞ്ചിരിച്ചു. നീ തിരിച്ചേകി സ്മിതം പ്രണയം പോലെ എന്തോ നമുക്കുള്ളിൽ അങ്കുരിച്ചു. പ്രേമമെന്നാണതിൻ പേരെങ്കിൽ എന്നെ നീ പ്രേമിച്ചു മറ്റൊരാളായി മാത്രം. പയ്യെ തിരിച്ചറിഞ്ഞിടുകയായി നാം പറ്റീ പിഴ നമുക്ക് ഇത്ര കാലം. ആദ്യമായി തമ്മിൽ പതിഞ്ഞ നോട്ടം മുതൽ തെറ്റിയുതിർന്ന ചിരി മുതൽക്ക്. ഓക്കെ, ഇത് ജോസഫ് ബ്രോഡ്സ്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്തനായ ഒരു റഷ്യൻ ഇംഗ്ലീഷ് കവിയാണ് ജോസഫ് ബ്രോഡ്സ്കി എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ വായിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പോളാർ എക്സ്പ്ലോറർ എന്ന് പറയുന്ന കവിത, ഞാൻ ഇതിൽ വളരെ ചെറിയ കവിതകൾ മാത്രം എടുത്ത്, അല്ലെങ്കിൽ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല, ഇതിൽ ഒത്തിരി വലിയ കവിതകളും ഉണ്ട്. അപ്പൊ ഈ ജോസഫ് ബ്രോഡ്സ്കിയുടെ പോളാർ എക്സ്പ്ലോറർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു കവിതയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഇംഗ്ലീഷ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് പിടിയിട്ടില്ല. ഇതിനകത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു റീഡിംഗ് ആവശ്യപ്പെടുന്ന ഒരു കവിതയാണ് ഈ പോളാർ എക്സ്പ്ലോറർ അഥവാ ധ്രുവ പര്യവേഷകൻ. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഓൾ ദ ഹസ്കീസ് ആർ ഈറ്റൺ. അപ്പൊ ഹസ്കി എന്ന് പറയുന്ന വാക്കിന് 100 കണക്കിന് അർത്ഥങ്ങളുണ്ട്. അതിലൊരു ഒറ്റ അർത്ഥമാണുള്ളത് ഈ കവിതയെ സംബന്ധിച്ചോളം. കാരണം എന്ന് വെച്ചാൽ ഈ കവിത ഒരു പോളാർ എക്സ്പ്ലോററെ കുറിച്ചാണ്, ഒരു ധ്രുവ പര്യവേഷകനെ കുറിച്ചാണ്. അപ്പൊ ഒരു ധ്രുവ പര്യവേഷകനെ കുറിച്ചുള്ള കവിതയിൽ ഒരു ഹസ്കി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ബ്രീഡ് ഓഫ് എ ഡോഗ് ആണ്. അതായത് ഈ തണുപ്പ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ധ്രുവ പര്യവേഷണം അഥവാ എക്സ്പ്ലോറിംഗ്, പോളാർ എക്സ്പ്ലോറിംഗ് ഒക്കെ നടത്തുമ്പം ഹിമവണ്ടികൾ വലിക്കുന്ന നായ്കളുടെ കൂട്ടത്തിനെയാണ് ഹസ്കീസ് എന്ന് പറയുന്നത്. അപ്പൊ ഓൾ ദ ഹസ്കീസ് ആർ ഈറ്റൺ, എല്ലാം തന്നെ ഈറ്റൺ എന്ന് വെച്ചാൽ ഒരിക്കലും തിന്നപ്പെട്ടു എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, അതെല്ലാം തന്നെ നശിക്കപ്പെട്ടു, തൊലഞ്ഞുപോയി, കൊല്ലപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഓൾ ദ ഹസ്കീസ് ആർ ഈറ്റൺ, there's no space left in the diary. പെട്ടെന്ന് ഒരു ഡയറിയെ കുറിച്ച് പറയുകയാണ്. ഈ കവിത വായിക്കുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു കൺഫ്യൂഷൻ, എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ഇത് ആരെ കുറിച്ച് പറയുകയാണ്, ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞേ ക്ലിയർ ആവുള്ളൂ. സംസാരിക്കുന്നത് ധ്രുവ പര്യവേഷകനാണ്. അദ്ദേഹം പറയുന്ന ഓൾ ദ ഹസ്കീസ് ആർ ഈറ്റൺ, എല്ലാ ഹസ്കീസും നശിച്ചുപോയി. there's no space left in the diary. ഈ അയാളുടെ ഡയറിക്കകത്ത് ഒന്നും തന്നെ എന്തില്ല, സ്ഥലമില്ല. there's no space left in the diary and the beads of quick words scatter over his spouse's sepia shaded face. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, സ്പൗസ് തീർച്ചയായിട്ടും ഭാര്യയാണ്, അവരുടെ സെപ്പിയ ഷെയ്ഡഡ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഹോമിയോപ്പത്സ് ആണ്. സെപ്പിയ ഡ്രഗ് ഒക്കെ കയറി ആലോചിച്ച് അവരുടെ മുഖത്ത് മുഴുവൻ പുള്ളിക്കുത്താണോ എന്നൊക്കെ ആലോചിച്ച് കളയും. അങ്ങനെയൊന്നുമല്ല സംഭവം. ഈ ഫോട്ടോഗ്രാഫ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്താ, ഇത് കുറെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു തവിട്ട് നിറം അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറം ബാധിക്കാറുണ്ട്. അപ്പൊ അത്തരം ഒരു ഫോട്ടോഗ്രാഫിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. വാക്കുകൾ, അയാളുടെ വാക്കുകളുടെ മുത്തുകൾ സ്കാറ്റർ ചെയ്യുകയാണ് അവരുടെ ആ ഫേസിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും അവരവിടെ ഇല്ല, അവരുടെ ഒരു ഫോട്ടോയെ കുറിച്ചാണ്. ആഡിങ് ദ ഡേറ്റ് ഇൻ ക്വസ്റ്റ്യൻ ലൈക്ക് എ മോൾ ടു ഹർ ലവ്ലി ചീക്ക്. അവളുടെ മനോഹരമായ കവിൾത്തടത്തിൽ ആ ഡേറ്റിനെ അതായത് അയാൾ എഴുതുന്ന ഡേറ്റിനെ ഒരു ചോദ്യചിഹ്നം പോലെ എഴുതി ചേർക്കുകയാണ്. അടുത്തത് നെക്സ്റ്റ് ദ സ്നാപ്ഷോട്ട് ഓഫ് ഹിസ് സിസ്റ്റർ. അടുത്തത് അയാളുടെ അനിയത്തിയുടെ ഒരു സ്നാപ്ഷോട്ട്, പെട്ടെന്ന് എടുത്ത ഒരു ഫോട്ടോയാണ്. ഹി ഡസൻ സ്പെയർ ഹിസ് സ്കിൻ. അയാളുടെ കിന്നിനെയും അയാളുടെ അനിയത്തിയെയും സ്പെയർ ചെയ്തിട്ടില്ല. വാട്ട് ഹാസ് ബീൻ റീച്ച്ഡ് ഈസ് ദ ഹയസ്റ്റ് പോസിബിൾ ലാറ്റിറ്റ്യൂഡ്. എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്, അയാൾക്ക് എത്താവുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിലേക്കാണ്. ആൻഡ് ഈ ലാസ്റ്റ് വരികളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. ആൻഡ് ലൈക്ക് ദ സിൽക്ക് സ്റ്റോക്കിംഗ് ഓഫ് എ ബേഴ്സ്ക് ഹാഫ് ന്യൂഡ് ക്വീൻ ഇറ്റ് ക്ലൈംസ് അപ്പ് ഹിസ് തൈ ഗാംഗ്രീൻ. എന്തോ ഒന്ന് അയാളുടെ തുടകൾക്ക് മേലെ പടർന്നു കയറി പോവുകയാണ്. അപ്പൊ ഈ കവി പറയുന്നത് എങ്ങനെയാണ്, ഒരു രാജ്ഞി, പണ്ടത്തെ കാലത്തെ രാജ്ഞിമാര് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു സാധനം, ഈ ലെഗിങ്സ് പോലെ ഒരു സ്റ്റോക്കിങ്സ് ഉപയോഗിക്കും. അവർ കിടന്നുറങ്ങുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതൊരു രാജ്ഞി അർത്ഥതജ്ഞയായ ഒരു രാജ്ഞി ആ പട്ടുകാലൂടെ വലിച്ചു കയറ്റുന്നത് പോലെ ഒരു പുരുഷൻ ഒരു സംഭവം കാലിൽ കൂടെ വലിച്ചു കയറ്റിയാൽ അതൊരു പരിഹാസ്യമായ സംഭവമായിരിക്കും. അപ്പൊ അതുപോലെ ഒന്ന് അയാളുടെ തുടകൾക്ക് മേൽ പടർന്നു കയറുകയാണ്. അവിടെയാണ് ആ കവിത ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമാകുന്നത്. അത് ഗാംഗ്രീൻ ആണ്. അപ്പൊ ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടേം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പരിഭാഷക എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യണം, ഗാംഗ്രീന്റെ മലയാളം എഴുതി വെക്കണം. പക്ഷെ അങ്ങനെ ഞാൻ എഴുതി വെച്ച ആ കവിത അവിടെ തീർന്നു പോകും എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഗാംഗ്രീൻ തന്നെ എഴുതിയിട്ട് ഞാൻ അതിനെ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് താഴെ കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഗാംഗ്രീൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ധ്രുവ പര്യവേഷകൻ ഒരു മാക്സിമം പോസിബിൾ ലോഞ്ചിറ്റ്യൂഡിൽ നിൽക്കുന്നു. അയാളുടെ കൂടെ ആരുമില്ല, അയാളുടെ കൂടെയുള്ള പട്ടികൾ പോലും ചത്തൊടുങ്ങി. അയാൾ ഡയറിയിൽ അയാളുടെ അന്ത്യവാക്കുകൾ കുറിക്കുകയാണ്. അയാളുടെ കയ്യിൽ ആകപ്പാടുള്ള 2 ഫോട്ടോഗ്രാഫാണ്. അതിനകത്ത് അയാൾ അത് എഴുതിയിടുന്നു. എത്താവുന്നതിന്റെ പരമാവധി മുകളിൽ എത്തിക്കഴിഞ്ഞു, അയാൾ ഗാംഗ്രീനിന് അടിപ്പെടുന്നു. അതായത് അയാൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ലാസ്റ്റ് വേർഡ്സ് അയാൾ എഴുതുന്നതിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ കവിത. അപ്പൊ ഈ അയാളുടെ ഓരോ അവയവത്തിലേക്കും പതുക്കെ പതുക്കെ ഈ ചീഞ്ഞഴുകുന്ന പ്രക്രിയ അഥവാ ഗാംഗ്രീൻ പടർന്നു കയറുന്നതിനെ കുറിച്ചാണ് ഈ കവിത. അപ്പൊ ധ്രുവ പര്യവേഷകൻ എന്ന് പറയുന്ന കവിത ജോസഫ് ബ്രോഡ്സ്കി ഇങ്ങനെയാണ് ഞാൻ അതിനെ പരിഭാഷപ്പെടുത്തിയത്. ഹിമവണ്ടികൾ വലിക്കുന്ന നായ്ക്കൂട്ടം എല്ലാം ചത്തൊടുങ്ങിയിരിക്കുന്നു. ഡയറിയിൽ ഇനി അയാൾക്ക് എഴുതാൻ സ്ഥലം അവശേഷിച്ചിട്ടില്ല. തിരക്കു പിടിച്ച് അയാൾ എഴുതുന്ന ആ വാക്കുകളുടെ മുത്തുകൾ അയാളുടെ ഭാര്യയുടെ തവിട്ടു ഛായയാർന്ന ഫോട്ടോയിലേക്ക് ചിതറുന്നു. ആ ദിനം ഒരു മറുകുപോലെ അവളുടെ മനോഹരമായ കവിൾത്തട്ടിൽ ചോദ്യചിഹ്നമായി കുറിക്കപ്പെടുന്നു. അടുത്തതായി സഹോദരിയുടെ സ്നാപ്ഷോട്ട്. അയാൾ അതിനെയും ഒഴിവാക്കിയില്ല. എത്താവുന്നതിന്റെ പരമാവധി അക്ഷാംശത്തിലാണ് അയാളിപ്പോൾ. അർദ്ധനഗ്നയായ ഒരു രാജ്ഞിയുടെ പട്ടുകാലുറകൾ പോലെ പരിഹാസ്യമായി അത് അയാളുടെ തുടകൾക്ക് മേൽ പടർന്നു കയറുന്നു. ഗാംഗ്രീൻ
ഗാംഗ്രീൻ എന്താണെന്ന് താഴെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കവിത റീസെന്റ് മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന സബ്ജക്ട്സിൽ നിന്നും എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മളുടെ കോമൺ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ദുർഗ്രഹമായിട്ട് അനുഭവപ്പെടാം. പക്ഷെ അവരുടെ ആ രീതിയിലുള്ള ആ കവിത മലയാളത്തിൽ പിന്നെ ഇതിൽ ഈ കവിതകൾ പലതും മലയാളത്തിലേക്ക് ഇതിനു മുമ്പ് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടില്ല. ശരിക്കും ഞാൻ പോലും ഇത് കുറച്ച് നിരൂപകർ വായിച്ചു കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ കവിതകൾ പലതും ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ മറ്റു പല കവിതകളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കോമൺ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത കവിതകൾ ഒഴിവാക്കാനായിട്ട് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചത് കൊണ്ടാണ് ആ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം ഈ കവിത ഡെറക് മഹോൺ എന്ന് പറയുന്ന കവിയുടെ ആണ്. അപ്പൊ ഇത് ഞാൻ മീറ്റർ ചെയ്ത കവിതയാണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ട്. എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ് എന്നാണ് ഈ കവിതയുടെ പേര്. എല്ലാം ശരിയാകാൻ പോകുന്നു. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഇതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കവിതയാണ്. How should I not be glad to contemplate the clouds clearing beyond the dormer window and a high tide reflected on the ceiling? They'll be dying, but there is no need to go into that. The poems flow from the hand unbidden, and the hidden source is the watchful heart. The sun rises in spite of everything, and the far cities are beautiful and bright. I lie here in a riot of sunlight, എന്നാണ് പറയുന്നത്. I lie here in a riot of sunlight, watching the day break and the clouds flying. Everything is going to be all right. ഇത് 100ാമത്തെ കവിതയായിട്ട് ഞാൻ ഇട്ടത് എല്ലാം ശരിയാകാൻ പോകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കവിതയാണ്. അപ്പൊ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് മീറ്ററിലായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അതിന് നേരിട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ കവിതയെ ആദ്യം ഒന്ന് എഴുതിയതിനു ശേഷം അതിനെ നമ്മൾ ആ വൃത്തത്തിന്റെ അകത്ത് കൊണ്ടുവരണം. അപ്പൊ അതിങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ജാലക കീഴിൽ ഒളിച്ച മേഘം ദൂരേക്ക് ദൂരേക്ക് അകന്നു പോകി, മച്ചിലി വെട്ടം തിരയടിക്കും വേലിയേറ്റങ്ങൾ വരച്ചു വെക്കേ, ഇതു കണ്ടു നിൽക്കുമെന്നുള്ളിൽ ഹർഷം നിറയാതിരിക്കുവതെന്തിനായി, മൃതിയുണ്ട് ചുറ്റിലുമെങ്കിലും ആ സ്മരണയെ തെല്ലുന്നകറ്റി നിർത്താം. നിനയാതെ എന്റെ കരത്തിൽ നിന്നും കവിതതൻ മൂകപ്രവാഹമായി, അതിഗൂഢമാമതിൻ ഉറവിടമെൻ ഹൃദയമേ നിന്റെ പ്രബോധമാകാം. എന്തിനും ഏതിനും ഉപരിയായി പതിവുപോൽ സൂര്യൻ ഉദിക്കയായി, ചമയുന്നു ദീപ്തമായി നഗരവൃന്ദം അതിവിദൂരത്തിൽ മനോജ്ഞമായി. ഒരു വെളിച്ചത്തിൻ കലാപഭൂവിൽ, ശരിക്കും പറഞ്ഞാൽ ഈ വാക്കിൽ ഞാൻ കുറെ കൺഫ്യൂസ് ചെയ്തു. കാരണം ഐ ലൈ ഹിയർ ഇൻ ദ റയോട്ട് ഓഫ് സൺലൈറ്റ് എന്ന് പുള്ളി എഴുതിയതുകൊണ്ടാണ്. അപ്പൊ കലാപഭൂവ് എന്ന് തന്നെ എഴുതണം എന്ന് തോന്നിയോണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ഒരു വെളിച്ചത്തിൻ കലാപഭൂവിൽ ശയനമാകുന്നു ഞാൻ ഏകനായി, പിറവി കൊള്ളുന്നു പുലരി ദൂരെ, ചിറക് നീർക്കുന്നു മുകിൽ പിറാക്കൾ. ഇനി മുകിൽ പിറാക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പൊയറ്റിക് ലൈസൻസ് എടുത്ത് ഉപയോഗിച്ചതാണ് തീർച്ചയായിട്ടും ആ വൃത്തത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കവിതയ്ക്കകത്ത് മറ്റ് യാതൊരു വിധത്തിലുള്ള ഫ്രീഡവും ഞാൻ എടുത്തിട്ടില്ല. ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കവിതയാണ്. നമ്മുടെ ടൈം ഷോർട്ടേജ് കൊണ്ട് ഇത് ഈ പുസ്തകത്തിലെ 4ാമത്തെ കവിതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കവിയായിരിക്കണം റെയ്നർ മരിയ റിൽക്ക. അപ്പൊ റിൽക്കയുടെ ഒരു പ്രേമഗീതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഈ കവിതയുടെ പേര് ഗാനം എന്നാണ്, സോങ്. You whom I do not tell that all night long I lie weeping, whose very being makes me feel wanting like a cradle. ഒരു കാമുകൻ കാമുകിയോട് പറയുകയാണ്, രാത്രി മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ കരയുകയായിരുന്നു, നിന്നെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കൊരു തൊട്ടില് പോലെയാണ്. ഓക്കെ, അങ്ങനെ അപൂർവമായിട്ടേ പറയും. അത് അത്ര അഗാധമായ ഒരു പ്രേമബന്ധമാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കമ്പാരിസൺ വരുള്ളൂ. യു ഹു ഡു നോട്ട് ടെൽ മീ ദാറ്റ് യു ലൈ awake thinking of me. നീയും എന്നോട് പറഞ്ഞിട്ടില്ല നീ എന്നെ ഓർത്താണ് ഉറങ്ങാതെ കിടക്കുന്നതെന്ന്. What if we carried all these longings within us without ever being overwhelmed by them, letting them pass? ഇത് തമ്മിൽ നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് നമ്മളിത് ഒരിക്കലും തമ്മിൽ തമ്മിൽ പറഞ്ഞില്ലെങ്കിലോ ഇതിനെ നമ്മൾ കടത്തിവിട്ടാലോ? ലുക്ക് അറ്റ് ദീസ് ലവേഴ്സ്, ഈ പ്രേമികളെ നോക്കൂ. ടോർമെന്റഡ് ബൈ ലവ്, when first they begin confessing, how soon they lie. ഒരിക്കൽ ആ പ്രേമം കൺഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എത്ര പെട്ടെന്നാണ് അവർ കള്ളം പറയാൻ തുടങ്ങുന്നത്. You make me feel alone. നീ എന്നെ ഒറ്റയ്ക്കാക്കുന്നു. I try imagining one moment it is you, then it is a soaring wind. ഒരു മൊമെന്റ് നീ ആയിരിക്കും അതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പക്ഷെ പിന്നെ അത് കാറ്റാണ്. A fragrance comes and goes but never lasts. ഒരു സുഗന്ധം കടന്നു വരുന്നുണ്ട് പോകുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും നിലനിൽക്കുന്നില്ലല്ലോ. Oh, within my arms I lost all whom I loved. എന്റെ കരങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ ഞാൻ സ്നേഹിച്ച എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. Only you remain. നീ മാത്രം നിലനിൽക്കുന്നു. Always reborn again. പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. For since I never held you, നിന്നെ ഒരിക്കലും ഞാൻ കെട്ടിപ്പിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് let me hold you fast. I hold you fast. ഞാൻ നിന്നെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ കവിത. അപ്പൊ ഇതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗാനം റെയ്നർ മരിയ റിൽക്കെ ഇങ്ങനെയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മ തൊട്ടിൽ പോലെ എന്നെ കൊതിപ്പിക്കയാലെ, രാത്രികൾ കണ്ണീരിനാൽ കുതിർന്നെന്നു ഞാൻ നിന്നോടുരിയാടിയില്ല. എന്നോർമ്മയിൽ നിദ്ര അറ്റുപോയെന്നു നീ എന്നോട് മോദിയതില്ല, കീഴടങ്ങിയിടാതെ ഉള്ളിൽ ഒതുക്കി സ്വപ്നം ഉപേക്ഷിക്കുമോ നാം.
നോക്കുകീ പ്രേമികളെ പ്രണയത്തിനാൽ ഏറ്റം തപിക്കുന്നവരെ, ഏറ്റുചൊല്ലിയിടാൻ ശ്രമിക്കെ പൊടുന്നനെ കള്ളം പറഞ്ഞിടുന്നോരെ. വന്നും അകന്നും ഒരു സുഗന്ധം തങ്ങി നിൽക്കാതെ മാഞ്ഞു പോകുന്നു. ഒരു വേള നീയായിരുന്നെങ്കിൽ എന്നു ഞാൻ വെറുതെ കൊതിച്ചു പോകുന്നു. ഉയരുന്ന കാറ്റായിരുന്നത് നീ എന്നെ വല്ലാതെ ഏകനാക്കുന്നു. ഉറ്റവരൊക്കെയും നഷ്ടമായി ഇക്കരങ്ങൾക്കുള്ളിൽ നിന്നുമെന്നേക്കും. ഇതിന്റെ ലാസ്റ്റ് 2 ലൈനും കൂടെ ഉണ്ട്. നീ മാത്രം എന്നും പുനർജനിക്കുന്നു, നിന്നെ ഇറക്കി പുണർന്നു കൊള്ളട്ടെ ഞാൻ എന്നാണ്. അത് ഇതിനകത്ത് വിട്ടുപോയത് കൊണ്ടാണ്. അപ്പം ഇത് ഞാൻ ഈ കവിതകൾ ഇതിന്റെ അകത്തുള്ള ചില കവിതകളുടെ ഒരു സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള 100 കവിതകളാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഇൻ കേസ് നിങ്ങൾ ഈ ബുക്ക് വായിക്കാൻ ഇടയാൽ, എനിക്ക് അറിഞ്ഞൂടാ ഇത് ഇങ്ങനത്തെ ഒരു സെഷൻ ആയതുകൊണ്ട് ഇത് എത്രത്തോളം എൻജോയബിൾ ആയിരുന്നെന്നോ ബോറിംഗ് ആയിരുന്നെന്നോ ഒന്നും അറിയാനുള്ള നിവർത്തിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി കവിതകൾ വായിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോക കവികളെ വായിക്കാനുള്ള ഒരു അവസരം കിട്ടും, എന്നെ ട്രാൻസ്ലേഷൻ എങ്ങനെയായിരുന്നാലും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അവസരമായിരുന്നു ഈ വിവർത്തനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ 6 മാസം സ്വന്തമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല, ഇതിന് പിന്നിലായിരുന്നു. ഇതിൽ തന്നെ ഏകദേശം 20 കവിതകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള 80 എണ്ണവും 3 മാസത്തിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നതാണ്. അപ്പൊ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാവരുടെയും വായന പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്റെ സമയം ഏകദേശം ഇതിനകത്ത് കവേർഡ് ആയെന്ന് തോന്നുന്നു. ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി. വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മളില് പണ്ട് സ്കൂളിൽ കവിത പഠിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, നാട്ടുകാരറിഞ്ഞില്ല പാവങ്ങൾ മൗഢ്യത്തിന്റെ കൂട്ടിലാണ് ഒരു മഹാൻ അവരിൽ ജീവിക്കുന്നു എന്ന്. അപ്പൊ അത്രയും ഉള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ള വലിയ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. കാരണം ഇത്രയധികം ശരിക്കും ഷീബ പറയുകയുണ്ടായി ഇത് പരിഭാഷ, പക്ഷെ ഇതൊരു ശരിക്കും പരിഭാഷയല്ല, ശരിക്കും സ്വതന്ത്ര രചന തന്നെയാണ്. വളരെ നന്നായിട്ട് സൂപ്പറായിട്ട്. അതായത് എനിക്ക് പ്രധാന കാരണം ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ടാണ്. കാരണം ഹോമിയോപ്പതി ഡോക്ടർ ഒരു വാക്ക് കേൾക്കുമ്പോൾ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകാൻ നോക്കും. പ്രത്യേകിച്ച് ഒരു രോഗി വന്ന് നമുക്കറിയാം കുറവില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കും എന്ത് കുറവില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കുറവുണ്ടെന്ന് എന്ത്. ഈ ഒരു വിശകലന കപ്പാസിറ്റി തീർച്ചയായും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ മൈൻഡ് ഇഗ്നേറ്റഡ് മൈൻഡ്സ് ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഓരോരുത്തർക്കും വലിയ റോളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പരിഭാഷ വളരെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ശരിക്കും നല്ലൊരു ശ്രദ്ധേയ ഒരു പഞ്ച് ഡയലോഗാണ്. കാരണം വെച്ചാൽ ആലോചിച്ച് ആഴം പിടികിട്ടും. കാരണം എന്താണ്, സ്വതന്ത്ര രചനയാണെങ്കിൽ വിമർശനങ്ങൾ കുറവാണ്, വിമർശിക്കാൻ വലിയ, കാരണം അയാൾ ഇഷ്ടം കവി സ്വാതന്ത്ര്യം അല്ലേ എന്ന് പറയാം. പക്ഷെ ഇത് ഈ പറഞ്ഞ നമുക്ക് പരിഭാഷയാകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഉത്തരവാദിത്തമാണ്. അത് ഷീബ ഡോക്ടർ വളരെ കൃത്യമായിട്ട് ഇന്റലിജന്റ്, അതുകൊണ്ടാണ് പറയാൻ കഴിയുക, അല്ലാതെ പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പദാനുപത തർജ്ജമയല്ല, ആശയ തർജ്ജമയാണ്. ശരിക്കും നമുക്കറിയാം, നമുക്ക് ഈ ഇതുണ്ടല്ല ഭരണഭാഷ, ഇതിനകത്തൊക്കെ ഓരോ വാക്കുകൾ അടുത്തിടയ്ക്ക് പ്രഗത്ഭന് മുമ്പേ കിട്ടാൻ അത് പറയുകയും ചെയ്തത്. കാരണം ഇപ്പൊ അനിമൽ ഹസ്ബൻഡറി എന്നുള്ളതിന് ഈ പദാനുപദം തർജ്ജമ ചെയ്ത് എങ്ങനെ ഇരിക്കും? മൃഗസംരക്ഷണം എന്നുള്ളതിന് ആനിമൽ ഹസ്ബൻഡറി, ആനിമൽ മൃഗം, ഹസ്ബൻഡ് ഭർത്തൃത്വം, ഇതാക്കി എങ്ങനെ ഇരിക്കും? അപ്പൊ അതാണ് പലപ്പോഴും അവിടെ നടക്കുന്നത്. പക്ഷെ ഇത് അങ്ങനല്ല, വളരെ ഉജ്ജ്വലമായിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡോക്ടർ ഷീബയോട് സംവദിക്കാൻ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. പിന്നെ നമുക്കറിയാം ഈ ഡഡ്ജൻ, അദ്ദേഹം ഹോമിയോപ്പതി ബിഫോർ ഹനിമാൻ എന്ന് പറഞ്ഞ ലേഖനം ഉണ്ടാകുന്നുണ്ട്, ലെക്ചേഴ്സ് ഓൺ തിയറി ആൻഡ് പ്രാക്ടീസ് ഹോമിയോപ്പതി. അതിനകത്ത് വില്യം ഹാർവിയുടെ സർക്കുലേഷനെ കുറിച്ച് പറഞ്ഞിട്ട് അതിനു മുമ്പായിട്ട് ഷേക്സ്പിയറിന്റെ ഒരു കവിത പറഞ്ഞിട്ടുണ്ട്, യു ആർ മൈ ട്രൂ ആൻഡ് ഓണറബിൾ വൈഫ്, ആസ് ഡിയർ ടു മീ ആസ് ആർ റൂഡി ഡ്രോപ്സ് ദാറ്റ് വിസിറ്റ് മൈ സാഡ് ഹാർട്ട്. അപ്പൊ ഈ വന്നു പോകുന്നത് എന്നുള്ള ഒരു ആശയ ഇത് ശരിക്കും ഷേക്സ്പിയർ കൊടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കവികൾ ക്രാന്തദർശികളാണെന്ന് പറയും. ഓരോ കാര്യങ്ങളും സാധാരണ ഒരു മനുഷ്യൻ കാണുന്നതിലേക്ക് അപ്പുറത്തേക്ക് കാണാൻ കഴിയും. നമുക്ക് ഒരു കവയത്രിയും അല്ലെങ്കിൽ സാഹിത്യകാരിയും കൂടിയായ ഷൈല ഡോക്ടർ ക്ഷണിക്കുകയാണ്. ഷൈല ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ ധനേഷ്. ഞാൻ സാഹിത്യകാരിയൊന്നും അല്ല കേട്ടോ, പക്ഷെ ഷീബ ഡോക്ടറെ കണ്ട സന്തോഷം കൊണ്ട് ഞാൻ ഒരു മിനിറ്റ്, കോൾ തിങ്സ് ബൈ റോങ് ഒരു മെഡിസിൻ ഉണ്ട്. ധനേഷ് അല്ല, മനോജ് ഡോക്ടറാണ്, ഡോക്ടർ മനോജാണ് മറുപടി. ഓക്കെ. അപ്പോഴ് അതേത് മെഡിസിൻ ആണ്? എന്താണ് കോൾ തിങ്സ് ബൈ റോങ് നെയിം? ഏതൊരു മെഡിസിൻ മെറ്റീരിയൽ ഉണ്ട്? സുനില ഡോക്ടർ പറയട്ടെ, എന്നാലും ഹരിഹര സാറ് പണി കൊടുക്കുക. ഷൈല ഡോക്ടർ തുടർന്നോളൂ. എന്തായാലും എന്താണ് ഷീബ ഡോക്ടറെ ഒന്ന് നമിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് കൊളക്കട ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്നു.
അത് തന്നെ ജോലി ഭാരം അല്ലെങ്കിൽ ജോലി എന്തൊക്കെയാണെന്ന് നല്ലതുപോലെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടി വീട്ടുകാര്യങ്ങൾ നോക്കിയിട്ട് ഇത്രയൊക്കെ എങ്ങനെ പറ്റി, എങ്ങനെ സാധിച്ചു, അതിനെ ഒന്ന് നമിക്കുകയല്ലാതെ എന്താ ചെയ്യുക? അത് തന്നെ അത് വളരെ സമ്മതിച്ചിരിക്കുന്നു ഡോക്ടർ. എന്തായാലും ആ ഒരു എഫർട്ട് എടുത്ത് എപ്പോൾ ഇത് ചെയ്തു എന്നൊക്കെ ഓർക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഡോക്ടർ. നന്നായി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിവർത്തനം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ നിഴലെവിടെ, അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഇത് നേരെ നോക്കുന്നതിന് മുമ്പ് വിചാരിച്ചു നോവലാണോ, ഡോക്ടറെ നിഴൽ അത് വായിച്ചു നോക്കി എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഒന്ന് വായിച്ചു നോക്കാന്നൊക്കെ. അപ്പോഴാണ് ഇത് കവിതാ സമാഹാരമാണെന്നുള്ളത് മനസ്സിലായത് ഈ നമ്മുടെ ബ്രോഷറിൽ കൂടെ. എന്തായാലും വളരെ സന്തോഷം ഡോക്ടർ ഇത്രയും ഒരു എഫർട്ട് എടുത്ത് ചെയ്തതിന്, വളരെ സന്തോഷം. ഓക്കെ ഡോക്ടർ. അല്ല, ഡോക്ടർ നേളിൽ ഒരുപാട് വ്യാപ്തി ഉണ്ടെന്ന് കേട്ടാൽ മനസ്സിലായി. അതുപോലെ ഒരു കാര്യമുള്ളത് വൊക്കാബുലറി, എന്താ പറയാ, സമ്പത്ത് അത് വേണ്ടുവോളം ഉണ്ട്. ഇപ്പൊ ഭാഷാ പരിജ്ഞാനം, അതെ, ഭാഷാ പരിജ്ഞാനം വളരെ 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 വലുതാണ് ഡോക്ടർ. സാഹിത്യ ഭാഷയിൽ പദസമ്പത്ത് എന്ന് പറയും. അതാണ് വളരെ, അത് ആ ഒരു സ്പീഡിൽ അത് വായിച്ച് എത്രത്തോളം അത് മനസ്സിലാക്കി ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ സ്പീഡിൽ അതിനെക്കുറിച്ച് ഓരോന്നിനും പറയാനും പറ്റും. അത് മനോജ് സാർ പറഞ്ഞ വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ ഈ ഇരിക്കുന്ന ആരും തന്നെ എനിക്ക് തോന്നുന്നു 12th സ്റ്റാൻഡേർഡിന് ശേഷം ലാംഗ്വേജ് പഠിക്കാൻ ഭാഗ്യമുള്ള ആൾക്കാരല്ല. നമ്മൾ മാക്സിമം ഇംഗ്ലീഷും മലയാളം എല്ലാം പഠിച്ചത് 12ാം ക്ലാസ് പ്രീ ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിലാണ് വന്നത്. പക്ഷേ ഹാനിമാൻ എന്ന് പറയുന്ന മഹാസാഹിത്യകാരനാണ് നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. അപ്പം ഞാൻ വായിച്ച ഏറ്റവും വലിയ സാഹിത്യ കൃതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓർഗൻ ഓഫ് മെഡിസിൻ ആണെന്ന് പറയും. അതിൻ്റെ അകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതിനപ്പുറമുള്ള ഒരു സാഹിത്യം, ശരിക്കും പറഞ്ഞാൽ ഷേക്സ്പിയറിന് കിടപിടിക്കുന്ന തരത്തിലുള്ള റൈറ്റിംഗ്സും ഫിലോസഫിയുമാണ് നമ്മുടെ സിസ്റ്റം ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനെ ഷെയർ ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാൻ കിട്ടിയതിനേക്കാളും എത്രയോ വലിയ അവസരം എന്നും, അങ്ങനെ പ്രപഞ്ചത്തിന് മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ, മനുഷ്യനായിട്ട് മനുഷ്യനെ കാണാനും പഠിപ്പിച്ച ഒരു സിസ്റ്റത്തിന്റെ വക്താവ് ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ കവിത എനിക്ക് കൂടുതൽ തിളക്കം മാർന്ന് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഷീബ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം എന്ന് വെച്ചാല് ഹനുമാന്റെ അഫോറിസം 229 അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്തബ്ധരായിരുന്നു എന്നുള്ള ഷേക്സ്പിയറിന്റെ വാക്കുകളെ കവച്ചു വെക്കുന്ന ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും. മാത്രമല്ല എനിക്ക് ഷേക്സ്പിയറിന് അറിയുന്നതിനേക്കാളും കൂടുതൽ ഭാഷ ഹനുമാൻ അറിയാൻ വരുന്നു, എത്രയധികം ഭാഷകൾ അറിയാൻ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞത്, ഈ ഒരു വാക്ക് പറയുന്നുണ്ട്, no means of instruction, no soothing efforts from conversation, books or other things for a soul that frets and pines in the chains of the diseased body. ഇത് എന്താണ് ഈ പറയുന്നത്? പക്ഷെ ദൗർഭാഗ്യവശാൽ ദുരന്തം എന്ന് പറയുന്നത് നമ്മളെ പോലെ ഓരോ ആൾക്കാരാണ് ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ മുമ്പിൽ നിന്ന് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആവുന്നതിന് പകരം ഈ മൈൻഡ്സ് എല്ലാം വെള്ളം കോരി ഒഴിക്കുകയാണ് ചെയ്തത്. പലതും കരിക്കട്ടായിട്ട് മാറുകയാണ് ചെയ്തത്. അതൊരു വലിയ ദുരന്തമായി മാറി. കാരണം ഹനുമാൻ റൈറ്റിങ്സ്, ഫുട്നോട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ ഫസ്റ്റ് എഡിഷന്റെ ഫുട്നോട്ടിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, മോക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഡയറക്ട്ലി അസിമിലേറ്റഡ് ടു ദ ഗോഡ്. 3 തരം മോക്ഷമാണ് ശരിക്കും പറയുന്നത് ഭാരതീയത്തിൽ. അതായത് സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇപ്പൊ ഈ അസിമിലേറ്റഡ് ടു ഗോഡ് എന്ന് പറഞ്ഞ അലിയുന്നു, ഈശ്വരിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ്. ഇതവിടെ പറഞ്ഞിട്ടുണ്ട്, 1810 എഴുതി വെച്ചതാണ്. പക്ഷെ ആരാ വായിച്ചത്? നമ്മളാണ് വായിച്ചത്. അതാണ് അങ്ങനെ പറ്റുന്ന ദുരന്തം. സുനില ഡോക്ടർ എന്ത് പറയുന്നു? അത് കഴിഞ്ഞ് ഹരിഹർ സാറിലേക്ക് വരാം. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ശിവ ഡോക്ടറെ. കുറച്ച് നാളായി കണ്ടിട്ട് ഡോക്ടറെ. ഞാനൊരു 7-8 വർഷം മുന്നേ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ വെച്ചൊരു ഹനുമാൻ സ്റ്റേ നടത്തുമ്പോൾ ഹനുമാനെ കുറിച്ച് പറയാൻ ഒരു പ്രസന്റേഷൻ പറ്റിയ ആളിനെ തിരക്കുമ്പോൾ എല്ലാവരുടെയും ഒരേ ഒരു അഭിപ്രായമായിരുന്നു ശിവ ഡോക്ടർ. അന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഇന്നിപ്പോ കാണുന്ന മറ്റൊരു മുഖമാണ് ഡോക്ടർ. അതിന്റെ പേരിന്റെ അർത്ഥം എന്താ? എങ്കിലും എന്റെ നിലയോട് വെച്ചാൽ ഡോക്ടറുടെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലെന്ന് അതിനകത്ത് പറയുന്നത് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ കവിതയുടെ ചോദ്യമാണ്, എങ്കിലും എന്റെ നിഴൽ എവിടെയാണെന്ന്. കാരണം എന്താ വെച്ചാൽ കവിത ഒരു ദേശാന്തരം ചെയ്യുന്ന സത്യമാണ്. ഞാൻ ചെയ്ത ഒരു ട്രാൻസ്ലേഷൻ ആണ്. അതായത് പല ദേശങ്ങളിലുള്ള 170 കവികളാണ് ആ പുസ്തകത്തിന്റെ അകത്തുള്ളത്. അവരിൽ ഓരോരുത്തരുടെയും നിഴലിൽ കവിതയുണ്ട്. കവിത ചോദിക്കുകയാണ് ശരിക്കും എന്റെ നിഴൽ എവിടെയാണ്. അല്ല, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഡോക്ടറെ ട്രാൻസ്ലേഷനില്
ഞാനെന്ന് പറയുന്ന കവിയെ ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ചിരന്തനമായി നിലനിൽക്കുന്ന ഒരു സത്യമേ ഉള്ളൂ, അത് കവിതയാണ്. അതിൽ വിവർത്തക ഒരു മീഡിയേറ്റർ മാത്രമാണല്ലോ. അതെ അതെ അതെ. കൊള്ളാം ഡോക്ടറെ, എന്തായാലും വളരെ അപ്രീഷിയേറ്റ് ചെയ്യാം ഡോക്ടറെ. ഓക്കെ ഡോക്ടർ, മറ്റേ നമ്മുടെ വിനോദിനെ കുറിച്ച് പറഞ്ഞില്ലേ? വിനോദൻ ഞാനും പ്രീഡിഗ്രിക്ക് BSc ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. ഒന്ന് എനിക്കൊന്ന് നമ്പർ ഷെയർ തരണേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിനോദ് ചേട്ടനോട് പറയാം. യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി. പിന്നെ അവിടെ നിന്നാണ് ഞാൻ BHMSന് പോയത്. ഓക്കെ ഡോക്ടറെ, ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളതെങ്ങനെ പറയാൻ പോലെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഇവരുടെ ഓരോരോ വളർച്ച. ഡോക്ടർ ഷീബയെ പോലെ തന്നെയാണ്, അതിനേക്കാളും വലിയൊരു ബ്രെയിനുണ്ട് ഡോക്ടർ രജീവ് കുമാർ. IUPAG വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് ഡോക്ടർമാർ പഴയ കാലത്തേക്കാൾ, പണ്ടത്തെ മോശം എന്നല്ല, പക്ഷെ അതിനേക്കാളും ഒരുപാട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോം കോഡ് MD അതിനകത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ നോക്കിയ ക്വാളിഫിക്കേഷൻ ആണ് BHMS കഴിഞ്ഞിട്ട് LLPക്ക് പോയിട്ടുണ്ട്, MBA എടുത്തിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ന്യൂസിലൻഡിൽ പോയി മാസ്റ്റർ ഗവേണൻസ്, ന്യൂസിലൻഡിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. നല്ല ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഹോമിയോപ്പതി കിട്ടിയിടുന്ന ഭാഗ്യമാണ്. ഹരിഹരൻ സാറേ, വളരെ സീനിയറായ ഒരുപാട് അഭിപ്രായങ്ങളുടെ വ്യക്തി എന്ന നിലയ്ക്ക് സാറിനെ വിളിക്കാം. സാർ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സാറേ. ഷീബ, റിയലി ഞാൻ ഷീബയെ കുറിച്ച് അഭിമാനിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ മൂലത്തെക്കാൾ നന്നായി തൻ്റെ ഡോക്ടറുടെ പരിഭാഷ നന്നായിരിക്കുന്നു. മൂലം വാസ്തവത്തിൽ എനിക്ക് വായിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല. അതേസമയം ഷീബയുടെ പരിഭാഷ വന്നപ്പോൾ അത് എനിക്ക് മനസ്സിലായി. എപ്പോഴാണ് കവിത ആസ്വദിക്കപ്പെടുന്നത്? കവിത എപ്പോഴാണ് ആസ്വദിക്കപ്പെടുന്നത്? കവിത ആസ്വദിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് സാധാരണക്കാരന്റെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ആ കവിത ശരിക്കും ഉന്നതിയിൽ എത്തിച്ചേരുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന്, അതുകൊണ്ടാണ് ഈ കുമാരനാശന്റെ ഒക്കെ രമണനൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യൻ, ചുമട്ടുതൊഴിലാളി തൊട്ട് അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നത് വരെ അവന്റെ ചുണ്ടുകളിൽ പാടുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴും ചങ്ങമ്പുഴയുടെ രമണൻ അതുപോലെ തന്നെയല്ലേ ഈ അടുത്ത കാലത്ത് വന്ന മരിച്ചുപോയ വയലാർ രാമമ്മയുടെ കവിതകള്. ആ കവിതകളൊക്കെ സാധാരണക്കാരന്റെ മനസ്സിലാണ് അതെല്ലാം വന്ന് ഇറക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, എന്തിനു പറയുന്നു, പനച്ചൂരാന്റെ കവിത, അനാഥൻ എന്ന് പറയുന്ന ആ കവിത കേട്ടാൽ മതി, കണ്ണിൽ വെള്ളം വരാത്തവരാരും ഉണ്ടാവില്ല. അനാഥന്റെ ആ കവിത കേട്ട് കഴിഞ്ഞാല് ഞാൻ തന്നെ അത് കേട്ടിട്ട് വിങ്ങി ഇരുന്നു കരഞ്ഞിട്ടുണ്ട് ആ അനാഥൻ എന്നുള്ള കവിത. അപ്പൊ അവിടെയാണ് ആ കവിതയുടെ ശക്തി വരുന്നത്. അതേസമയം സച്ചിദാനന്ദന്റെ കവിത കേട്ടാൽ ഇപ്പൊ എന്നെ പോലുള്ള ഒരാളിന് അത്തരം വികാരം ഉണ്ടായിട്ട് ഞാൻ വായിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, ഉണ്ടായിട്ടില്ല. അതേസമയം നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഇതുപോലുള്ള മറ്റ് ഞാനീ പറഞ്ഞ രീതിയിലുള്ള കവിതകൾ കേൾക്കുമ്പോൾ എത്ര സന്തോഷവും ഉണ്ടാവും. അതിനെക്കാട്ടിലുപരി ചില സമയത്ത് നമ്മൾ വളരെ വികാരഭരിതരാകും. ഇവിടെ ഈ കഴിഞ്ഞ വിപ്ലവ സമാനമായിട്ടുള്ള പല കാര്യങ്ങൾ നടന്നപ്പോഴും അതിനെയെല്ലാം പ്രചോദിപ്പിച്ചത് കവിതകളാണ്. നാളത്തെ സ്വപ്നം കാണാനായിട്ട് സാധാരണ ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? കവിതയാണ്. അപ്പം കവിതയുടെ പ്രസക്തി വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് ഓരോ തലങ്ങളുണ്ട്. ആ തലങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ എൻ്റെ തലമല്ല ഷീബയുടെ തലം, എൻ്റെ തലമല്ല മനോജിന്റെ തലം. ചിലപ്പോൾ ചില കവികൾ പറയുന്നത് മനസ്സിലാകത്ത് പോലുമില്ല. ഇനി എന്നെ പോലുള്ള ഒരാളിന് ആർട്ടിസ്റ്റിനെ പോലെയാണ്. ആർട്ടിസ്റ്റുകള് ചില പടം വരച്ചാൽ
നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്ന് പറഞ്ഞ പോലെ പല തലങ്ങളാണ്. എനിവേ ഷീബ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ വർക്ക്. ഓക്കെ സാർ, അതുകൊണ്ട് വളരെ സന്തോഷം. റിയലി ഐ ആം അപ്രീസിയേറ്റിംഗ് യു. താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത് സാർത്ഥകമായി എന്ന് നമുക്ക് കൂടുതൽ ബോധ്യമാകുന്നത്. വളരെ സന്തോഷം. ഇപ്പൊ മനോജ് ഡോക്ടർ, പറയുകയുണ്ടായി, എന്താ ദേവൻ ഡോക്ടർ ഉണ്ട്. ദേവൻ ഡോക്ടർ വിളിക്കാം. അതിനകത്ത് പറയുകയുണ്ടായി, ഈ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ശശി തരൂർ ഇടയ്ക്ക് പറയുന്നുണ്ട്, അദ്ദേഹം എഴുതുന്ന സമയം എപ്പോഴാണ്, അതായത് രാത്രി 11 മണി വരെ അദ്ദേഹം ബാക്കി ഒരു MP നിലക്കുള്ള പ്രവൃത്തി കഴിഞ്ഞിട്ട് 11 മുതൽ 2 വരെയാണ് പ്രവർത്തിക്കുന്നത് പറയുന്നുണ്ട്. അതുപോലെ MP വീരേന്ദ്രകുമാർ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് കേന്ദ്രമന്ത്രിയായിരുന്ന എപ്പോഴാണ്. ഒന്ന് ആലോചിച്ചപ്പോൾ ഡോക്ടർ ഷൈല ഡോക്ടറുണ്ട്, മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിഭകളെ അളക്കാൻ വേറെ സ്കെയില് വേണ്ടി വരും. നമുക്ക് ദേവൻ ഡോക്ടറിലേക്ക് പോകാം. ദേവൻ ഡോക്ടറെ, ആരെങ്കിലും സംസാരം ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ ദേവൻ. ദേവൻ ഡോക്ടറെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യാം. ക്ഷമിക്കാം, സോറി, ഞാൻ ഇപ്പോഴാ കയറിയത്. ഞാൻ ചർച്ച അതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ ഞാനിപ്പോ കയറിയതേ ഉള്ളു. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കവിയുടെ വരികളൊക്കെ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ, സാഹിത്യമാണ്, കവിതകളാണ് ഷീബ ഡോക്ടറുടെ. ഞാൻ പെട്ടെന്ന് കയറിയോണ്ട് എനിക്കൊന്നും പറയാൻ കുഴപ്പമില്ല. അതെ, ഈ പറയല്ലോ, പേശലമില്ല ഒരു വസ്തുവും ഉലകിൽ പ്രേക്ഷിപ്പോരില്ലെന്നാണ്. അപ്പൊ അതുപോലെ കേൾക്കാനും ആളും അപ്രീഷിയേറ്റ് ആളിന് തീർച്ചയായിട്ടും കല വികസിക്കും. പഴയ രാജാക്കന്മാർ, നമുക്ക് തിരുവിതാംകൂർക്ക് അങ്ങനെ ഭാഗ്യം ഉണ്ടായി. സ്വാതിയിരുന്ന ആളാണ്, ചക്രവർത്തിയെ കിട്ടി, അദ്ദേഹം കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. ഷഫീഖ് ഡോക്ടറെ, വളരെ കുറച്ച് സംസാരിക്കുന്നത്, വളരെ ആഴത്തിൽ സംസാരിക്കേണ്ട ഷഫീഖ് ഡോക്ടർ. ഷഫീഖ്. അതുപോലെ ജിതി മാഡം ഉണ്ട്. ജിതി മാഡം ഇപ്പൊ ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത ഡോക്ടർ. കോ ഹോസ്റ്റ് ആക്കണോ? ഇല്ല. ജിതി മാഡം സംസാരിക്കാൻ റെഡിയാണോ? ഇപ്പൊ ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഉണ്ടോ ജിതി മാഡം? ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. കാരണം ഈ പറഞ്ഞ പോലെ പ്രതികരണമാണ് കലാകാരന്മാരെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് കലാകാരന്മാർ ഉണ്ടാവുക എന്നുള്ളത്. അല്ലെങ്കിൽ മരുഭൂമികൾ ഉണ്ടാകുന്ന ആനന്ദൻ നോവലിനെ ഓർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ മാത്രമല്ല, നമുക്ക് ഡോക്ടർ കവിതയിൽ മാത്രമേ കൈവച്ചിട്ടുള്ളൂ, മറ്റേ വേറെ സാഹിത്യ ശാഖയിലൊന്നും കൈവച്ചിട്ടില്ല. ലേഖനങ്ങൾ എഴുതാറുണ്ട് സാറേ. അതിപ്പം ചിലപ്പം ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ജേർണലിസ്റ്റിൽ നിന്ന് ഇപ്പം കവികളെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതേണ്ടി വരുമ്പോൾ എഴുതും. പിന്നെ സംസാരിക്കാറുണ്ട്. ഇപ്പം ലൈക്ക് പ്രഭാഷണങ്ങൾക്കൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു MD അനുസ്മരണം ചെയ്തു. അപ്പൊ അതുപോലെ അനുസ്മരണങ്ങളോ അല്ല അങ്ങനെയുള്ള ടോപ്പിക്സ് എടുത്തിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ എഴുത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തർക്കും ഒരു തട്ടകം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും കവിത തന്നെയാണ്. എഴുതിയിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കഥയും ഉപന്യാസം എല്ലാം എഴുതുമായിരുന്നു. പക്ഷെ പിന്നീടാണ് കവിതയാണ് നമ്മുടെ ഫീൽഡ് എന്നുള്ള ഒരു ഇത് വന്നത്. മലയാളത്തിൽ കവികളില് ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ട കവി ഏതാണ്? മലയാളത്തിലെ കവികൾ എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ കടമ്മനിട്ടയുടെയും D. വിനയചന്ദ്രന്റെയും പേര് പറയും. കാരണം വെച്ചാൽ എല്ലാവരെയും ഇഷ്ടമാണ് തീർച്ചയായിട്ടും. പക്ഷെ കൂടുതൽ പുതിയ ഭാവുകത്വങ്ങളിലേക്ക് മലയാള കവിതയെ കൊണ്ടുപോയ കവികൾ എന്നുള്ള രീതിയിൽ ഈ രണ്ടുപേരെ എന്റെ കുട്ടിക്കാലത്ത് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചവരാണ്. കടമ്മനിട്ടയുടെ ഒരു കവിത ചൊല്ലാവോ? അയ്യോ, അൺപ്രിപ്പയർഡ് ആയിപ്പോയി സാറേ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുമായിരുന്നു. പെട്ടെന്ന് ലൈൻസ് കിട്ടത്തില്ല. ഞാൻ ചൊല്ലാനൊരു എക്സ്പേർട്ട് അല്ല. ഇനി ഒരിക്കൽ തീർച്ചയായിട്ടും ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ അവസരം ഉണ്ടാക്കി തരാം, തീർച്ചയായിട്ടും. കാരണം അതുപോലെ തന്നെ എന്റെ അടുത്ത് ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും പറയാം, എഴുത്തച്ഛനാണെന്ന് തന്നെ പറയും. കാരണം ഇവരെല്ലാം എഴുതി ഇതിന്റെ ബേസിലാണ്. ഇത്രയധികം വാക്കുകൾ എവിടുന്നെല്ലാമാണ് അക്ഷരങ്ങളുടെ അത്ഭുതം സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് എഴുത്തച്ഛൻ. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുത്തച്ഛൻ അനുസ്മരണം വെക്കുകയും നമ്മുടെ ജോർജ് ഓണക്കൂർ സാറ് ഗംഭീരമായിട്ടൊരു പ്രഭാഷണം നടത്തുകയും ചെയ്ത്. അങ്ങനെ ഭാഗ്യം നമുക്കുണ്ടായി. ഷഫീഖ് ഡോക്ടർ എത്തിയിട്ടുണ്ടോ? ഷഫീഖ് ഡോക്ടറെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഷഫീഖ് ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, സ്ഥലത്ത് ഇവിടെ ഇല്ലേ എന്തോ. ഓക്കെ, ഇനി ആരെങ്കിലും ദയവായിട്ട് സംസാരിക്കുന്ന ഹാൻഡ് റൈസ് ചെയ്യുക. ഇപ്പൊ ഡോക്ടർ ഇനി പുതിയ ലേഖനങ്ങളോ അല്ല ഇത് കവിതകൾ എന്തെങ്കിലും ഉണ്ടോ, തയ്യാറെടുക്കുന്നുണ്ടോ?
കാരണം ആകാശവാണിയിലേക്ക് അങ്ങനെ അവസരം ഉണ്ടായിരുന്നു. അപ്പൊ പുതിയ കവിത വേണം, അത് ഇടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അല്ല അതെന്താ രസാണ്, ഈ ആകാശവാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് 3 months ഗ്യാപ്പിലാണ് ഒരിടത്ത് നമ്മൾ കവിത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മാസത്തിന്റെ അകത്ത് മറ്റൊരു ഫീൽഡിൽ ചെയ്യാൻ പാടില്ലെന്ന റൂൾ അവർക്കുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ എറണാകുളം, കൊച്ചി ആകാശവാണിയിലാണ് എന്റെ കവിതകൾ വരാറ്. അപ്പൊ 3 months ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു സെഷൻ ചെയ്തിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ശ്രീകുമാർ മുഖത്തിലെ സാറിനെ എനിക്കറിയാം, നേരത്തെ സാർ പരിചയപ്പെടുത്തി എനിക്ക് നേരിട്ട് അറിയാന്നുള്ളതാണ്. അപ്പൊ അവിടെയും ഇതാണ് പ്രശ്നം. ഓരോ സെക്ടറിലും ഒരു ഗ്രൂപ്പ് ഓഫ് കവികൾ ഉണ്ടാവും. അവര് വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഒരിക്കലും തിരുവനന്തപുരത്തിന്റെ ഒരു സെഷൻ ഞാൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് ഇങ്ങനെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരിടത്തും പബ്ലിഷ് ചെയ്ത കവിതകൾ ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പുതിയതായിട്ട് എഴുതിയ കവിത ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളിൽ അത്രയ്ക്ക് കവിത കാണത്തുമില്ല. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അതെ, പുതിയ കവിതയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും കവിതകൾ ഉണ്ടാകട്ടെ. ഇതൊരു മനസ്സിൽ ഇരമ്പലുകൾ പോലെ ഇങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു കവിതകൾ. അതുപോലെ തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലിനിക്കുകൾ ധാരാളം എന്താ പറയുക സന്ദർഭങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വാരി വിതറുന്ന അവസ്ഥകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? വളരെ ഈ പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ പോകുമ്പോഴൊക്കെ തന്നെയാണ് ഈ ശരിക്കും ദൈന്യതകൾ നേരിട്ട് കാണുന്നത്. എന്റെ കവിതകളിൽ ഈ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട് സാർ. ഫോർ എക്സാമ്പിൾ എന്റെ ആദ്യത്തെ കവിതാ സമാഹാരം ആൽബിനോകളുടെ സൂര്യന്റെ അകത്ത് എല്ലാരും പറഞ്ഞപ്പോഴാണ് ഞാനും തിരിച്ചറിഞ്ഞത് അതിൽ ഇത്രയധികം ഒരു ഡോക്ടറുടെ കൺസെപ്റ്റുകൾ വന്നു എന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന കവിത എഴുതാനുള്ള കാരണം തന്നെ എൻ്റെ അടുത്ത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്ന വയോവൃദ്ധരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ അവരുടെ ഏറ്റവും ദീനമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന കവിതയിൽ വന്നത്. പിന്നെ മൈഗ്രെയിൻ ഉണ്ട്, തിമിരം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മളുടെ ക്ലിനിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ കവിതയായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഇതിൽ ഏറ്റവും രസകരമായ ഡോക്ടർ സിസ്റ്റർ ഉണ്ട്, ഷീജ വക്കം. അവര് നല്ലൊരു കവയത്രിയാണ്, ആയുർവേദ ഡോക്ടറാണ്, അവാർഡൊക്കെ വാങ്ങിച്ചിട്ടില്ല ഡോക്ടറെ? ഇപ്പൊ എവിടെയാണ്? മലപ്പുറത്താണ് ഷീജ. അവിടെ തന്നെയാണ്, മെഡിക്കൽ ഓഫീസറാണ്. മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് കവിത എഴുതുന്ന ഒരാളാണ് ഷീജ. കുറച്ചധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ പഠിച്ചുകൊണ്ട സമയം എനിക്ക് തോന്നുന്നു കലാതിലകമായിരുന്നു ഗവൺമെന്റ് കോളേജ് അല്ലേ? ഞാൻ കലാതിലകമായിട്ടുണ്ട്. എനിക്ക് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വരുമായിരുന്നല്ലോ. ആകെ അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ കവിത എഴുതിയിരുന്നത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് മത്സരിക്കാനാണ്. അപ്പോൾ ഒരു 4 തവണ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായി. ഹോമിയോ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു തവണ കൊട്ടിയം NSSൽ വെച്ചും 3 തവണ ശരിക്കും ഇവിടെ വെച്ചും എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽസിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ്, ഏകദേശം ഒരു 15-20 വർഷം ഒന്നും എഴുതുകയോ പ്രസിദ്ധീകരിക്കാതിരിക്കുകയോ ചെയ്തതിന് ശേഷം വെറും 4 വർഷം മുമ്പാണ് ശരിക്കും ഞാൻ കവിതയിലേക്ക് ഒരു മിറാക്കിൾ പോലെ തിരിച്ചു വരുന്നത്. ആ 4 വർഷം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ റൈറ്റിംഗ് ഇതിലോട്ട് വന്നത്. അതിനു മുമ്പ് ഞാൻ അതിനെ ഉപേക്ഷിച്ചാണ്. എന്റെ അല്ലാത്തൊരു ഭാഗമായിട്ട് എന്നോ കഴിഞ്ഞുപോയ സ്വപ്നം പോലെ കവിത അകന്നുപോയ ഒന്നാണ്. ഇതൊക്കെ ദൈവഹിതം എന്ന് പറയാം. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് വീണ്ടും അതിനെ തിരിച്ചെടുക്കണമെന്ന് തോന്നുമായിരിക്കാം. ഇപ്പൊ എന്തായാലും ഞാൻ ഇതിൽ നിലനിൽക്കുന്നു. കാരണം ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയല്ല ഈ ഫീൽഡിൽ. എപ്പോഴും ലെസ് കോൺഫിഡൻസ് ആയിട്ട് മാത്രം പോകുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ എഴുതിയതൊന്നും വലിച്ചു കീറാതെ മറ്റുള്ളവരെ വായിക്കാൻ കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഇതിനകത്തൊരു പ്രശ്നം, കലാകാരന്മാർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ ചോദിക്കും ഇപ്പൊ ഒരു പക്ഷിയെ അമ്പെയ്ത് വന്ന് അമ്പെയ്ത് വീട്ടപ്പോ കൊള്ളാം, എത്ര ഇറച്ചി കിട്ടുന്നതായിരിക്കും 199 വരുന്നത്. പക്ഷെ അവിടെ ഒരു കവിയായ രത്നാകരൻ, അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ നിന്നുള്ള കവിത ആദികാവ്യം ഉണ്ടാവുന്നില്ല. അപ്പൊ എപ്പോഴും ഈ സെൻസിറ്റൈസേഷൻ ആണ് ഹോമിയോപ്പതി മരുന്ന് പോലെ, പൊട്ടനൈസേഷൻ പോലെ, സെലക്ഷനിൽ പോലെ ഏറ്റവും ഉചിതമായ വാക്കുകൾ. ശരിക്കും അവിടെ അത് തന്നെയാണ്, സെൻസിറ്റൈസേഷൻ ആണ് ഉചിതമായ വാക്ക്, സിമിലിമം കണ്ടെത്തുക എന്നുള്ളതാണ്. സാഹചര്യത്തിന് ചേർന്ന വാക്കുകൾ, പദങ്ങൾ അന്വയമാർന്നേ വാക്യം ഭവിപ്പ് സാർത്ഥകമായി, ശ്രുതിയും താളവും ഒത്തേ ഗാനം സ്രോതസുഖം നൽകൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സിമിലാരിറ്റി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സാഹിത്യം നിലനിൽക്കുള്ളൂ. നമുക്ക് വൈൻഡപ്പ് സമയമായി വരുന്നു. ഹരിഹരൻ സാർ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ കവികളെയാണ് കൂടുതൽ ഇഷ്ടം. അല്ല സാറ് ഒരു മധുസൂദനൻ നായരുടെ കവിത കേട്ടാൽ ഞാൻ മിക്കവാറും മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ കവിത ഞാൻ കേൾക്കും. എന്റെ സിരകളിൽ നുരയ്ക്കുന്ന പുഴുക്കളില്ല, എനിക്ക് വേറെ കൃത്യമില്ല. ആ മധുസൂദനൻ നായരുടെ കവിതയൊക്കെ അത്
ആ നാരായണത്ത് ഭ്രാന്തൻ എന്നുള്ള ആ കവിത കേട്ടാൽ ഏത് മലയാളിയാണ് അത് അതിനെ അപ്രീസിയേറ്റ് ചെയ്യാത്തത്? ഏത് മലയാളിയാണ്? ഞാൻ പറഞ്ഞ സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്ന കവികളെ ആണ് എനിക്ക് ഏറ്റവും പ്രിയം, ഏറ്റവും പ്രിയം. അത്ര മോഡേൺ കവിതകള് കാട്ടി അതെ. ഹരിഹരൻ സാറിന് കുറച്ച് തീർച്ചയായിട്ടും. അല്ല, ശരിക്കും പറഞ്ഞാൽ വൃത്തബദ്ധമായ കവിതകൾ, ശരിക്കും താളത്തിൽ ചൊല്ലപ്പെടുന്ന കവിതകൾ നമ്മുടെ മനസ്സിനെ വല്ലാത്തൊരു ഫീലിംഗിൽ എത്തിക്കും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കണ്ണീര് നിറയ്ക്കുന്ന ചില വരികളും ചില താളങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ അനിൽ പനച്ചുരൻ എന്ന് പറഞ്ഞ കവി ജനകീയനാവുന്നതും അവിടെയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ എല്ലാവരും പല തലത്തിലാണ്, സാറ് പറഞ്ഞ പോലെ പല തലത്തിലാണ് കവിതകൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ അതില് കവി വിജയിക്കുന്നത് എപ്പോഴും അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് അനുവാചകർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ്. എല്ലാവർക്കും എല്ലാരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ആരെ സന്തോഷിപ്പിച്ചാലും അത് വലിയ കാര്യമാണ് കവിത വഴി. ഇത് മാത്രം നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഡോക്ടറുടെ ഈ കവിത ഞാൻ കേട്ടപ്പോ എനിക്ക് തോന്നിയത് മൂലത്തെക്കാൾ എന്ന് തന്നെ ഞാൻ പറയും, മൂലത്തെക്കാൾ പരിഭാഷ ഭംഗിയായിരിക്കുന്നു. അതെ, 100% എനിക്ക് അത് തന്നെ തോന്നിയിട്ട്, ഒരുപക്ഷെ നമ്മൾ മലയാളിയായിട്ടായിരിക്കാം നമുക്ക് കൂടുതൽ അത് എന്തോ എനിക്ക് 100% യോജിപ്പുണ്ട്. കാരണം കുറെ കൂടെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ എന്താ പറയാ ഓരോരുത്തരുടെ സെൻസിറ്റീവ്. ഇപ്പൊ തന്നെ കളിവീട് ഉറങ്ങിയല്ലോ എന്നൊരു പാട്ടുണ്ടല്ലോ, കൈതപ്രത്തിന്റെ. അത് ഒരു സന്യാസിയായ ഒരു മകൻ പോകുന്ന ഒരു അമ്മയ്ക്ക് അത് കൂടുതൽ ഫീൽ ചെയ്യും. പക്ഷെ വേറെ മനസ്സിലാവില്ല. അതുപോലെ തന്നെ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന നിശ്ചലം ഏറ്റവും അധികം പേരെ കരയിച്ചൊരു കവിതയാണ്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മ നേതൃത്വത്തിൽ ഉതിർന്ന് ശരിക്കും ചുടുകണ്ണീര് വരും. ആ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് അത് കൂടുതൽ ഫീൽ ചെയ്യും. എന്നിരുന്നാലും ഈ ഓരോ കവിതകളെയും സ്വാധീനിക്കുന്ന ഹരിഹരൻ സാറ് പറഞ്ഞ സാമൂഹിക പരിഷ്കരണം ഏറ്റവും കൂടുതൽ നടന്ന ഒരു സ്ഥലമാണ് കേരളം. അതിന് കവികൾ കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ONV പോലുള്ള ആളും വയലാറിനെ പോലുള്ള കുമാരനാശാനും ഒക്കെ തന്നെ നമ്മുടെ ഭാഗ്യങ്ങളാണ്. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. ഷൈല ഡോക്ടറെ നന്ദി പറയാൻ ക്ഷണിക്കുകയാണ്. സാറേ, ഈ പുസ്തകം വാങ്ങിക്കാൻ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പായൽ ബുക്സ് ആണ്. അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലോ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ നമ്പർ, അതെന്റെ വാട്സാപ്പ് നമ്പറും കൂടെയാണ്, അതിൽ കോൺടാക്ട് ചെയ്താലോ ഈ ബുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ ഒരു പണിക്ക് ഓർഡർ ചെയ്യും. തീർച്ചയായിട്ടും. കാര്യം അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് വായിക്കാൻ അത് ഇഷ്ടമായി. രണ്ടാമത്തത് ഡോക്ടറെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ആസ്വാദകർ പല തരത്തിലുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള കവിതകൾ പലതരം ആസ്വാദകര് ആസ്വദിക്കും. അതാണ് അത് ഇതിൽ പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷം. ഒരു ഹോമിയോപ്പതി ഡോക്ടർ, അത് ഗവൺമെന്റ് ഡോക്ടർ, ഇത്രയും സാഹിത്യ രംഗത്ത് ഇത്രയും ഉയർച്ചയിലെത്തി, 100 കവിതകൾ പരിഭാഷ പെടുത്തി അതൊക്കെ അറിയുന്നതും നമ്മൾ കേൾക്കുന്നതും ഒക്കെ വളരെ വളരെ സന്തോഷം. ഇനിയും ഷീബ ഡോക്ടർ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഓണക്കൂർ സാറിനെയൊക്കെ പോലെ അത്രത്തോളം വലിയ ആളായി ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലെത്തി ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പരിചയപ്പെടുത്തി തന്നതിൽ വളരെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ വിശേഷിച്ചെത്തിയിട്ടുള്ള ഡോക്ടർ സുനിൽ രാജ്, അതുപോലെ IFPH കുടുംബത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ പ്രത്യേക ഒരു നന്ദി മനോജ് ഡോക്ടർക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഇതിലുള്ള പ്രത്യേക പരിപാടികളെല്ലാം ശ്രദ്ധയോടെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും വ്യത്യസ്തമായ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് മനോജ് ഡോക്ടർ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ്. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട്. ആരോഗ്യ മേഖലയിൽ മാധ്യമങ്ങളുടെ പങ്ക്. അന്ന് ദേശീയ പത്രദിനമാണ്. അങ്ങനെ കേരള മന്ത്രിയുടെ ലേഖനം വരുന്നുണ്ട്. ദയവായി എല്ലാവരും പങ്കെടുക്കുക. ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭനിദ്ര നേരുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.